നമസ്കാരം. ഷെക്കീന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. 100 കോടി ക്ലബിൽ കയറുന്ന മലയാള സിനിമകളുടെ എണ്ണം വർദ്ധിക്കുന്നത് കണ്ടിട്ട് മലയാള സിനിമയുടെ ഭാവി ശോഭനമാണ് എന്ന് ചിന്തിച്ച് കോൾമയിർ കൊള്ളുന്നവരാണ് സമൂഹത്തിലെ ഒരു വിഭാഗം. എന്നാൽ സമൂഹത്തിന്റെ നന്മ ആഗ്രഹിക്കുന്ന, സമൂഹത്തിന്റെ ധാർമ്മിക വളർച്ചയെ ആഗ്രഹിക്കുന്ന, രാജ്യത്തിന്റെ ശോഭനമായ ഭാവിയെ ആഗ്രഹിക്കുന്ന പലരെയും സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ പോക്ക് അത്ര പന്തിയല്ല. ലഹരി ഉപയോഗത്തെ മഹത്വവൽക്കരിക്കുവാൻ, ധാർമ്മിക അപജയങ്ങളെ മഹത്വവൽക്കരിക്കുവാനുള്ള വല്ലാത്തൊരു ആവേശം ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന പല സിനിമകളിലും നമുക്ക് കാണുവാൻ സാധിക്കും. ഒപ്പം തന്നെ ചില പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് പലപ്പോഴും പല ക്രൈസ്തവ അവഹേളനങ്ങളും മലയാള സിനിമകളിൽ വർദ്ധിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ അടുത്ത കാലത്ത് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല വിവാദങ്ങളും ഉടലെടുത്തിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഷെക്കീന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. മലയാള സിനിമയിൽ ഗൂഢ അജണ്ടയോ? ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ ഫാദർ ടോം ഒലിക്കരോട്, ഒപ്പം തന്നെ പ്രോലൈഫ് അപ്പസ്തോലേറ്റിന്റെ പ്രതിനിധി ശ്രീ സാബു ജോസ്, ഒപ്പം യുവജനങ്ങളുടെ പ്രതിനിധി ശ്രീ സിജോ അമ്പാട്ട്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ ടോം ഒലിക്കരോട്, പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പലരെങ്കിലും തമാശയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. മദ്യപാനത്തിന്റെയും ലഹരിയുടെയും ഉപയോഗം നിയമവിരുദ്ധം, അങ്ങനെ ഒരു ടാഗ് ലൈൻ പലപ്പോഴും ഈ ലഹരി ഉപയോഗിക്കുന്ന സീനുകളിൽ നമുക്ക് മലയാള സിനിമകളിൽ കാണുവാൻ സാധിക്കും. എന്നാൽ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇറങ്ങുന്ന മലയാള സിനിമകളിൽ ത്രൂ ഔട്ട് ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു മുന്നറിയിപ്പ് കാണിക്കേണ്ട ഒരു ഗതികേടിലേക്ക് വന്നിരിക്കുന്നു. പലപ്പോഴും ഇത്തരം സീനുകൾ കാണുമ്പോൾ കൈയടിക്കാൻ തിയേറ്ററുകളിൽ ആളുകൾ കൂടുന്ന ഒരു ദുഷിച്ച ഒരു പ്രവണത നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സിനിമ നമുക്കറിയാം ഒരു വ്യക്തിയെ, ഒരു സമൂഹത്തെ വളരെ കാര്യമായി തന്നെ സ്വാധീനിക്കുന്ന ഒരു കലാ മാധ്യമമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങുന്ന പല സിനിമകളും, ഈ ആവേശം പോലുള്ള സിനിമ, ഈ വലിയ വിജയം നേടിയ പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, അത്തരം സിനിമകളിലൊക്കെ ഒളിച്ചു കടത്തിയിരിക്കുന്ന ഈ ലഹരി ഉപയോഗത്തിന്റെ ഒരു മഹത്വവൽക്കരണം, ഒപ്പം മറ്റു പല സിനിമകളിലും കടന്നുകൂടിയിരിക്കുന്ന ധാർമ്മിക അപജയത്തിന്റെ ഒരു മഹത്വവൽക്കരണം, ഇതെല്ലാം നൽകുന്ന ഒരു സൂചന എന്താണ് ഫാദർ ടോം ഒലിക്കരോട്? അതായത് ചില മാഫിയകൾ മലയാള സിനിമയെ പിടിമുറുക്കിയിട്ടുണ്ടോ? ജോർജി, നമ്മുടെ മലയാള സിനിമയ്ക്ക് ഏകദേശം 120ഓളം വർഷത്തിനടുത്ത് എത്തുകയാണ് മലയാള സിനിമയുടെ ഒരു ചരിത്രം. ഏതൊരു ജനകീയ കലാരൂപവും പോലെ തന്നെ സിനിമയും അത് നിർമ്മിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിന്റെയും സമൂഹത്തിന്റെ ഒരു പ്രതിഫലനമാണ്. എന്ന് പറഞ്ഞാൽ സമകാലിക കേരള സമൂഹം എന്താണ്, എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതിന്റെ ആവിഷ്കാരമാണ് ഇന്നത്തെ സിനിമകൾ. അതുകൊണ്ടാണ് നമ്മൾ മലയാള സിനിമയ്ക്ക് എന്ത് പറ്റി എന്ന് പറയുമ്പോൾ ജോർജി സൂചിപ്പിച്ച ആവേശമടക്കമുള്ള ന്യൂജൻ സിനിമകൾ ഒരു 2010 മുതലുള്ള കാലത്ത് ഈ സിനിമയുടെ ട്രെൻഡ് മാറുകയും അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെയും ധാർമ്മിക മൂല്യങ്ങളുടെയും ഒക്കെയുള്ള തലങ്ങളെ വളരെ നിസ്സാരമായി കരുതി ബൈപ്പാസ് ചെയ്ത് സിനിമയെ വെറും കലാരൂപം എന്നതിലപ്പുറത്തേക്ക് ഒന്നിനും അതിന് നയിക്കാൻ പറ്റാത്ത വിധം സിനിമകൾ മാറുകയും സമൂഹം ഇത്രയും കാലം കരുതുന്ന ചില മൂല്യസങ്കല്പങ്ങളുടെ മേൽ വളരെ നിസ്സാരമായി ഈ സിനിമകൾ അതിനെയൊക്കെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ സിനിമകൾ എന്ന് പറയുന്ന ആശയവിനിമയത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു ആവിഷ്കാരമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന ഒരു ക്ലീഷേ ഡയലോഗ് കൊണ്ട് നമുക്കിന്ന് മലയാള സിനിമയ്ക്ക് വന്നിട്ടുള്ള അധപ്പതനത്തെ അതിന്റെ ഉള്ളിലൂടെ ഒളിച്ചു കടത്തുന്ന കുറ്റകരമായ ചില സംഗതികളെ നമുക്ക് അവഗണിച്ച് കടന്നു പോകാൻ പറ്റില്ല. കലാകാരന് സമൂഹത്തോട്, അയാൾ ജീവിക്കുന്ന കാലഘട്ടത്തോടൊക്കെ ചില പ്രതിബദ്ധതയുണ്ട്. അത് അയാൾ ചെയ്തില്ലെങ്കിൽ അത് ഉറപ്പാക്കാൻ ഭരണ സംവിധാനങ്ങൾ ഇടപെടണമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇന്ന് മലയാള സിനിമയ്ക്കുള്ളിൽ ഒരു ട്രോജൻ കുതിരയുണ്ട് എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ട്രോജൻ കുതിരയ്ക്കുള്ളിൽ ചില സംഗതികൾ ഇവർ ഒളിച്ചു കടത്തുന്നുണ്ട്. നമ്മളിത് കൗമാരക്കാരുടെയോ ചെറുപ്പക്കാരുടെയോ ഒക്കെ ഒരു ഇടപാട് എന്നതിലപ്പുറം ചില ഗൂഢ താല്പര്യങ്ങളുള്ള വ്യക്തികളും ചില കേന്ദ്രങ്ങളും അവരുടെ ചില ആശയങ്ങളെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടും അതേയറ്റം ഗൗരവ ബുദ്ധിയോടും കൂടിയിട്ട് ഇന്ന് ഭരണ നേതൃത്വം, രാഷ്ട്രീയം, സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ആത്മീയമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെയും
വളരെ പ്രതിബദ്ധതയോടും ജാഗ്രതയോടും കൂടി ഇടപെടേണ്ട ഒരു വിഷയമാണ്. എന്തൊക്കെയാണ് സമകാലിക കാലഘട്ടത്തിലെ സിനിമകളിലൂടെ ഒളിച്ചു കടത്തപ്പെടുന്ന ആശയങ്ങൾ? അതിൽ ആദ്യത്തേത് തികഞ്ഞ ഒരു ക്രൈസ്തവ വിരുദ്ധതയാണ്. ക്രിസ്തുമതം എന്ന് പറയുന്ന ഒരു മതം മാത്രമല്ല, അതൊരു സംസ്കാരം കൂടിയാണ് കേരളത്തിന് കൊടുത്തത്. 903 ആദ്യത്തെ പള്ളിക്കൂടം തുടങ്ങിയ CMS മിഷണറിമാര് 1803 ആദ്യത്തെ പള്ളിക്കൂടം തുടങ്ങുന്നു. 1819 ആദ്യത്തെ പെൺപള്ളിക്കൂടം തുടങ്ങുന്നു. ഹെർമൻ ഗുണ്ടട്ട് ആദ്യത്തെ പത്രം തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ മലയാളക്കരയെ, കേരളത്തെ ഒരു സാംസ്കാരിക പരിണാമത്തിലേക്ക് നയിക്കുകയാണ് ക്രിസ്തുമതം ചെയ്തത്. അതുകൊണ്ട് ക്രൈസ്തവ വിരുദ്ധത എന്ന് പറയുന്ന ഒരു മതത്തിന് നേരെയുള്ള ആക്രമണമല്ല, നാളിതുവരെ വളർന്നു വന്ന കേരളത്തിന്റെ പരിഷ്കൃത സമൂഹത്തോടുള്ള അതിക്രമമാണ് ഈ ഒളിച്ചു കടത്തുന്ന ക്രൈസ്തവ വിരുദ്ധത എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ഇന്നത്തെ മലയാള സിനിമകളുടെ മാർക്കറ്റ് വാല്യൂ. എനിക്ക് സങ്കടം, മഹാനടന്മാർ തന്നെ ഇത്തരം അപലക്ഷണം പിടിച്ച സിനിമകളിൽ വേഷം കെട്ടുകയും ഈ ഒരു ക്രൈസ്തവ വിരുദ്ധത എന്ന് പറയുന്ന ചില തൽപര കക്ഷികളുടെ ഗൂഢലക്ഷ്യത്തിന് ഇടനിലക്കാരായി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ചില മഹാനടന്മാർ ഈ അടുത്ത കാലത്തായിട്ട് അത് അവരുടെ ശീലമാക്കി അധപ്പതിച്ചു പോകുന്നത് നമ്മൾ സങ്കടത്തോടെ കാണുന്നു. അവരുടെ ഫാൻസ് അസോസിയേഷന്റെ ആർപ്പുവിളികളുടെ ബലത്തിലപ്പുറം യാതൊരു ധാർമ്മിക മൂല്യവും അവർക്ക് ഈ കാലത്തോട് ചെയ്യാനില്ലാത്ത വിധം അവർ ചെറുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി രണ്ടാമത്, ഫ്രീമേസൺ, ഇല്ലുമിനാത്തി ആശയങ്ങൾ മലയാള സിനിമയിൽ ചില പ്രത്യേക നടന്മാരുടെ ആവർത്തിച്ചുള്ള സിനിമകളിലൂടെ അവർ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കരിയിൽ പിതാവ് ഈ അടുത്ത് ഒരു ആവേശ സിനിമയിലെ ഇല്ലുമിനാറ്റി എന്ന് പറയുന്ന ആ പാട്ടിനെ കുറിച്ചോ അതിന്റെ പിറകിലെ കാര്യങ്ങളെ കുറിച്ചോ ഒരു പ്രതികരണം നടത്തിയത് നമ്മളൊക്കെ ശ്രദ്ധിച്ചു. എന്താണ് ഇല്ലുമിനാത്തി എന്ന് പറയുന്നത്? 1706 ജർമ്മനിയിലെ ബവേറിയൻ പ്രവിശ്യയിൽ നിന്നാണ് ഇതിന്റെ ഒരു തുടക്കം. ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു സംഘമായിട്ട് വളരാനുള്ള ചില ആളുകളുടെ ആഗ്രഹത്തിൽ തുടങ്ങുകയാണ്. ഏകദേശം അടുത്ത കാലത്ത് തന്നെയാണ് മറ്റൊരു ഗൂഢസംഘടന കൂടി രൂപപ്പെടുകയാണ്, ഫ്രീമേസൺസ്. എന്നാൽ പിന്നീട് നമ്മൾ ഈ അടുത്ത കാലത്ത്, ആധുനിക കാലത്ത് കാണുന്നത് സമാന സ്വഭാവവും ലക്ഷ്യമുള്ള ഈ സംഘടനകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. 3 പ്രത്യേകതകൾ ഇതിനുണ്ട്. ഒന്ന്, ഇറ്റ് ഈസ് ആന്റി ക്രിസ്ത്യൻ, ക്രൈസ്തവ വിരുദ്ധമാണ് ഇത്. 2, ഇത് ആന്റി സ്റ്റേറ്റ് ആണ്, രാജ്യത്തിന്, ഒരു ഭരണ സംവിധാനത്തിന് എതിരാണ്. 3, ഇത് ആന്റി കൾച്ചർ, സംസ്കാരത്തിനെതിരാണ്. അപ്പോൾ ക്രൈസ്തവ മതത്തോട്, ഭരണ നേതൃത്വത്തോട്, വ്യവസ്ഥാപിതമായ ഒരു ഭരണ നേതൃത്വത്തോട്, ഒരു സംസ്കാരത്തോട് എതിർപ്പ് പ്രകടിപ്പിക്കുക, എതിരിടുക, അങ്ങനെ അവരുടെ ഒരു അജണ്ടകൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇന്ന് ഫ്രീമേസൺ, ഇല്ലുമിനാറ്റി ആശയങ്ങൾ. ഈ ആശയങ്ങൾ വളരെ ഫലപ്രദമായി അവർ നടപ്പിലാക്കുന്നു. വളരെ കാലങ്ങളായി കേരളത്തിൽ പറയുന്ന ഒരു ആശയമാണിത്. നമ്മുടെ പല പോലീസ് അധികാരികൾക്കും സഭയെ അങ്ങേയറ്റം അപമാനിക്കുന്ന തരത്തിലുള്ള വളരെ നിർണായകമായ അഭയ കേസിൽ പോലും ഈ സംഘങ്ങളുമായിട്ട് ബന്ധമുള്ള ചില ഓഫീസേഴ്സിന്റെ വളരെ അവിഹിതമായ ഇടപെടൽ മൂലമാണ് നിരപരാധികളായ മനുഷ്യർ ഇത്രമേൽ തേജോവധം ചെയ്യപ്പെട്ടത്. ക്രിസ്ത്യാനികൾ പോലും യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതില്ലാതെ നമ്മൾ ഒരു ഏതോ സ്വപ്ന ലോകത്ത് ജീവിക്കുകയാണ്. യാഥാർത്ഥ്യവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇല്ലുമിനാത്തിയുടെ ലക്ഷ്യം വളരെ കൃത്യമായി മലയാള സിനിമയിലൂടെ നടപ്പിലാക്കുന്നു. ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ കൃത്യമായ പഠനം നമുക്ക് കാണിച്ചു തരും എന്തൊക്കെയാണ് ഈ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ആശയങ്ങൾ, ഫ്രീമേസൺ, ഇല്ലുമിനാത്തി ആശയങ്ങൾ. ഒപ്പം തന്നെ ഫാദർ ടോം മൊലിക്കരോട് ഒപ്പം തന്നെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് ഈ രോമാഞ്ചം സിനിമയിലെ ഈ ഓജോ ബോർഡിന്റെ ആ ഒരു ഉപയോഗത്തെ ഒരു മഹത്വവൽക്കരിക്കുന്ന, സാമാന്യവൽക്കരിക്കുന്ന ആ ഒരു സീൻ, ആത്മാവേ വാ ആത്മാവേ പോ, അത് പല യുവജനങ്ങൾ ആവർത്തിച്ച് പാടുന്ന ഒരു പാട്ടായിരുന്നു. തീർച്ചയായിട്ടും ജോർജ്, ഇല്ലുമിനാത്തി, ഫ്രീമേസൺ സംഘങ്ങൾ അവരുടെ യഥാർത്ഥ ആരാധനാപൂർത്തി എന്ന് പറയുന്നത് പൈശാചിക ശക്തിയാണ്. അത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയ കാര്യമാണ്. ഒരു പുതിയ വേൾഡ് ഓർഡർ സ്ഥാപിക്കുന്നത് പൈശാചിക, ദൈവത്തിനെതിരെ നിൽക്കുന്ന ശക്തിയുടെ പിൻബലത്തോടുകൂടി ഒരു പുതിയ വേൾഡ് ഓർഡർ സ്ഥാപിക്കുകയും സകലത്തിന്റെയും മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നൊക്കെയാണ് ഇതിന്റെ പിറകിലുള്ള ആശയങ്ങൾ. അതുകൊണ്ട് തന്നെ എന്തിനെയൊക്കെയാണോ മാനവ സമൂഹം വിശുദ്ധമായി കരുതിയത് അതിനെയൊക്കെ തിരിഞ്ഞു നടപ്പാണ് സമൂഹത്തെ കൊണ്ട് ചെയ്യിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊരു നിസ്സാരമായ ഒരു ഗെയിം അല്ല. നമുക്കൊക്കെയും അപ്രാപ്യമായിട്ടുള്ള വലിയ വലിയ സംഘങ്ങൾ ഇതിന്റെ പിറകിലുണ്ട്. അപ്പോൾ ആ ഒരു ആശയം മലയാള സിനിമയിൽ ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, അമിതമായ ലഹരിയുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്
വളരുന്ന തലമുറയെ നശിപ്പിക്കാനുള്ള ഗൂഢസംഘങ്ങൾ ശ്രമിക്കുന്നു. നാർക്കോട്ടിക്സ്, ജോർജി തന്നെ സൂചിപ്പിച്ചതുപോലെ മുഴുനീള മദ്യപാന കഥകളായിട്ട് മലയാള ചലച്ചിത്രം മാറി എന്നുള്ളതാണ്. ഒരു കള്ള് ഷാപ്പായിട്ട്, ചാരായക്കടയായിട്ട്, ബാറായിട്ട് മലയാള സിനിമയെ അധപ്പതിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ലഹരി എന്ന് പറയുന്നതിലേക്ക് കൗമാരക്കാരെ, ചെറുപ്പക്കാരെ, എന്തൊക്കെയാണോ നമ്മൾ ഈ വളർന്നു വന്ന നമ്മൾ നേടിയ പുരോഗതി അതിനെ മുഴുവൻ തകർത്ത് കളയുന്ന തരത്തിൽ വരുന്ന തലമുറയെ നശിപ്പിക്കാനുള്ള ചില ആളുകൾ ഗൂഢസംഘങ്ങൾ നടത്തുന്നുണ്ട്. ലഹരി മരുന്ന് അല്ലെങ്കിൽ ലഹരി മാഫിയകളുടെ ഫണ്ടിങ്ങോടുകൂടി തന്നെ ഈ ലഹരിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതിൽ ഗവൺമെന്റിന്റെ ഇരട്ടത്താപ്പ് സങ്കടകരമായ കാര്യമാണ്. ഇവര് നിയമം പാസ്സാക്കും, മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിക്കണം. എന്നിട്ട് പിറ്റേ ദിവസം അവർ പുതിയ ബാറും അതിന്റെ ലൈസൻസും കൊടുക്കുന്നതൊക്കെ ഇരട്ടത്താപ്പാണ്. അതുപോലെ തന്നെ ഒരു സാമൂഹ്യ വിരുദ്ധത, മൂല്യബോധങ്ങൾക്കെതിരായിട്ട് നിലവിലുള്ള മൂല്യങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിലൂടെയാണ്. ശരിക്കും നമ്മൾ പറഞ്ഞാൽ മനുഷ്യൻ 3 നേരം ആഹാരം കഴിച്ച ശേഷമാണ് സംസ്കാരങ്ങളൊക്കെ ഉണ്ടായതെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഈ ആഹാരം കഴിക്കാൻ കൃഷി ആരംഭിച്ചതോടുകൂടിയാണ് ഫാമിലി എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടാവുന്നു. നാടോടികളായിരുന്നവർ ഒരിടത്ത് ഒരുമിച്ച് താമസിക്കുന്നു. കുടുംബമാണ് സംസ്കാരത്തിന്റെ അടിത്തറയെങ്കിൽ ഇന്ന് നടക്കുന്നത് ഈ കുടുംബത്തെ തകർത്തുകൊണ്ട് സാംസ്കാരികമായി നമ്മൾ നേടിയ മുഴുവൻ പുരോഗതിയെയും നശിപ്പിച്ചു കളയാന്നുള്ള ശ്രമമാണ്. അപ്പോൾ കുടുംബങ്ങൾക്കെതിരെ, മൂല്യങ്ങൾക്കെതിരെ ഒരു പ്രൊപ്പഗാൻഡ ഈ സിനിമയിലൂടെ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്ലാൻഡ് ആയിട്ട് നമ്മുടെ സമൂഹത്തെ നശിപ്പിക്കാനുള്ള വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ശ്രമമാണ് ഇന്ന് ചില ആളുകൾ മലയാള സിനിമയെ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ മലയാള സിനിമയ്ക്കുള്ളിൽ ഒരു ട്രോജൻ കുതിര, ഏറ്റവും ചുരുങ്ങിയത് ഒരു 20 വർഷത്തിൽ ക്രൈസ്തവ വിരുദ്ധതയുണ്ട്, അതിനുള്ളിൽ ഫ്രീമേസൺ, ഇല്ലുമിനാത്തി ആശയങ്ങളുണ്ട്, അതിന്റെ ഉള്ളിൽ ലഹരി മാഫിയകളുടെ പ്രേരണയുണ്ട്, അതിന്റെ ഉള്ളിൽ സമൂഹത്തിന്റെ മൂല്യബോധങ്ങളെ തകിടം മറിക്കാനുള്ള കുബുദ്ധികളുടെ വളരെ കൃത്യമായ ശ്രമങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വമാണ്, ഭരണ നേതൃത്വമാണ് ഇതിനൊക്കെയും കൃത്യമായ ജാഗ്രത കാണിക്കേണ്ടത്. പക്ഷെ ഇത്തരക്കാരുടെ ഫണ്ടിങ്ങിന്റെ ബലത്തിൽ നടന്നു പോകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അതിന്റെ പ്രതിനിധികൾക്ക് എങ്ങനെയാണ് ഈ തെറ്റിനെതിരെ, ഈ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവത്വം ഉണ്ടാവുന്നത്? ഇവിടെ സമൂഹമാണ്, നമ്മളാണ്, ജനാധിപത്യ ക്രമമാണ് ഈ ഒരു ഒളിച്ചു കടത്തപ്പെടുന്ന ഈ ജീർണതയെ കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇന്നത്തെ മലയാള സിനിമ ഒഴുക്ക് നിളച്ച് കെട്ടിക്കിടക്കുന്ന ഒരു ആ ചെളിക്കുളത്തിൽ നിന്ന് മഹത്തായ സിനിമയും അതിന്റെ മൂല്യങ്ങളെയും അത് പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെയും രക്ഷിച്ചെടുക്കാനുള്ള ബാധ്യത കലാകാരന്മാർക്കില്ലെങ്കിൽ പ്രേക്ഷകർക്കുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രമാണ് ജോർജി ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അങ്ങേക്ക് പോകാൻ ധൃതിയുണ്ട്, അതുകൊണ്ട് അച്ഛനോടുള്ള അവസാനത്തെ ഒരു ചോദ്യം. ഒപ്പം തന്നെ നാം വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട മറ്റൊരു ആസ്പെക്ട് അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ഒളിച്ചു കിടത്തുന്ന, മലയാള സിനിമയിൽ ഒളിച്ചു കിടത്തുന്ന ഈ ക്രൈസ്തവ വിരുദ്ധതയുണ്ട്. ഈ 2010 ശേഷം അല്ലെങ്കിൽ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇറങ്ങിയ എത്ര സിനിമകളിലാണ് യഥാർത്ഥ പൗരോഹിത്യ ജീവിതം, യഥാർത്ഥ സന്യാസ ജീവിതം, യഥാർത്ഥ ക്രൈസ്തവ കുടുംബങ്ങൾ, അത് ഏത് സിനിമയിലാണ് അത് അതിന്റെ യാഥാർത്ഥ്യത്തോട് അടുക്കുന്ന രീതിയിൽ ഇവർക്ക് അത് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്? പലപ്പോഴും ഈ പറയുന്നത് പോലെ ക്രൈസ്തവ കുടുംബങ്ങൾ, അവിടെ നടക്കുന്നതെല്ലാം ഒരു ധാർമ്മിക അപജയങ്ങളാണ്, ധാർമ്മികമായിട്ട് അവർ അധപതിക്കുന്നു. പക്ഷേ മറുസൈഡിൽ വിഭാഗത്തെ വളരെയധികം മഹത്വവൽക്കരിക്കുന്നു. അതിനുള്ളിൽ തന്നെ ഒരു വർഗീയമായിട്ടുള്ള ഒരു അജണ്ട ഇവർ ഇതിനുള്ളിൽ കുത്തിക്കയറ്റുന്നു. അത് പലതരത്തിലാണ് ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് മറ്റ് സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രൈസ്തവ സമുദായത്തോട് ഒരു ആ സമുദായം വളരെയധികം മോശമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ ഒരു ബേസ് ഇല്ലാത്ത ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം താൻ ജനിച്ചു വീണത് ഇങ്ങനെ ഒരു സമുദായത്തിലാണോ എന്നൊരു അപകർഷത ബോധം ഉളവാക്കുന്നു. അപ്പോൾ ക്രൈസ്തവ സമുദായത്തെ, ക്രൈസ്തവ വിശ്വാസത്തെ തകർക്കാനുള്ള ഒരു വർഗീയ അജണ്ട കൂടി ഈ സിനിമകളിൽ, പല സിനിമകളിലും ഒളിച്ചു കിടത്തുന്നത്, അതും വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയല്ലേ ഫാദർ ടോം മുലിക്കരോച്ച്? ജോർജി, ആ ഒരു പ്രസ്താവനയെ ഞാൻ നിഷേധിക്കുന്നില്ല. ക്രിസ്തു മതം ഒരു മതമല്ല, അതൊരു സംസ്കാരമാണെങ്കിൽ ആ സംസ്കാരത്തിന്റെ മേൽ അധിനിവേശം നടത്താൻ ശ്രമിക്കുന്ന, ലോകത്തെല്ലായിടത്തും ശ്രമിക്കുന്ന മറ്റൊരു സംസ്കാരത്തിന്റെ സ്വാധീനം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഈ ഇറക്കുന്ന സിനിമകളുടെയൊക്കെ നിർമ്മാതാക്കൾ ഇതിന് ഫണ്ടിങ് നടത്തുന്നവർ ആരാണെന്ന് ചിന്തിച്ചാൽ ഒട്ടനവധി സിനിമകൾ തുടർച്ചയായി നടത്തുന്ന ക്രൈസ്തവ വിരുദ്ധതയെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ
ഈശോ എന്ന സിനിമയെ കുറിച്ച് നമ്മൾ അനേക തവണ ചർച്ച ചെയ്തതാണ്. അതെ. ആ പേര് അങ്ങനെ ഒരു നിരവധി സിനിമകൾ, ഭീഷ്മപർവം എന്ന സിനിമ, ഇങ്ങനെ നിരവധി സിനിമകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്താണ്. ഇതൊക്കെയും വളരെ അനാവശ്യമായി ഒറ്റപ്പെട്ട സംഭവങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് അതിനെ ഒരു ക്രൈസ്തവ സംസ്കാരത്തെ നശിപ്പിക്കാനുള്ള ഒരു മാധ്യമമായി ക്രിസ്തുമതവും അതുയർത്തിപ്പിടിക്കുന്ന മൂല്യബോധങ്ങളെയും ആക്രമിക്കാനും കരിവാരിത്തേക്കാനും മോശമാക്കി കാണിക്കാനുമുള്ള പ്രവണതയായിട്ട് അവതരിപ്പിക്കുകയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ഇങ്ങനെയുള്ള ഈ സിനിമകളിൽ നിരന്തരമായി ക്രൈസ്തവ അവഹേളനം നടത്തുന്നു എന്ന് പറയുമ്പോഴും വീണ്ടും അത് നിർബാധം തുടരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒളിച്ചു കടത്തപ്പെടുന്ന ഈ ക്രൈസ്തവ വിരുദ്ധത നമ്മൾ വളരെ ഗൗരവമായി തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പ്രത്യേകിച്ച് വൈദികരെയും അതുപോലെ സന്യസ്തർ, അവരുടെ ജീവിതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറയുന്നത് ഇവർ ചിത്രീകരിക്കുന്ന തീൻമേശകളെ കുറിച്ചാണ്. സിനിമകളിൽ അച്ഛന്മാര് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന തീൻമേശകൾ ഇവർ ചിത്രീകരിക്കുകയാണ്. വൈദികർ തന്നെ മുഖ്യ കഥാപാത്രങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള ചില സിനിമകൾ പോലും, എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് പ്രമേയം എന്ന് അവതരിപ്പിക്കപ്പെടുന്ന ഈ അടുത്ത കാലത്തെ ചില സിനിമകളിൽ പോലും വിരുന്നുമേശകൾ ഒരുക്കി നമ്മുടെ പുരോഹിതരെയും സന്യസ്തരെയും അപമാനിക്കാൻ കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. നമ്മൾ എന്നാണ് ഈ താറാവും ഞങ്ങൾ ഈ താറാവും ഈ എന്താണ് ഈ കോഴിക്കാലും എന്നൊക്കെ പറയുന്നത്, ഇത് നമ്മുടെ ആളുകൾ വിചാരിക്കുന്നത് ഇത് മുഴുവനും കൂടെ ഒരുമിച്ച് എല്ലാ ദിവസവും കഴിക്കുകയാണെന്നാണ്. ഈ രാവിലെ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് ഉച്ചയ്ക്കും ചൂടാക്കി തിന്നാനിരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇതെന്താണ് ഇവര് എന്ന് പറഞ്ഞാൽ ഒരു പുരോഹിതന്റെ, സാധാരണ പുരോഹിതന്റെ യുവജന പ്രതിനിധിയാണ് സിജോ അമ്പാട്ട്. ഞങ്ങൾ അച്ഛന്മാരുടെ കൂടെ സാധാരണയായി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. സാബു സാറിന് അറിയാം. ഇപ്പൊ ഇവർക്കൊക്കെ ഞങ്ങളുടെ ജീവിതവുമായിട്ട് വളരെ അടുത്തുണ്ട്. അകലക്കാഴ്ചയല്ല. ഈ പറയുന്ന ഈ ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് ഒരുക്കുന്ന വിരുന്നുമേശയല്ല. അപ്പോൾ ഞാൻ പറയുന്നത് വൈദികരെ, പുരോഹിതരെ ഭക്ഷണപ്രേമികളായിട്ട് ചിത്രീകരിക്കും. അതല്ലെങ്കിൽ അവരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ട്, നമ്മളില്ല എന്ന് പറയുന്നില്ല. റോബിൻ വടക്കഞ്ചേരിയെ പോലെയുള്ള ആളുകൾ ചെയ്തത് തിന്മയാണ്. അങ്ങനെയുള്ള തിന്മകൾ വെച്ച് പൊറുപ്പിക്കാൻ സഭയ്ക്കുള്ളിൽ പാടില്ലെന്നുള്ള കർശന നിലപാടാണ് നമുക്കൊക്കെയും ഉള്ളത്. അപമാനകരമാണ് അങ്ങനെയുള്ള പേരുകൾ പോലും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങനെയുള്ളതാണ് ഈ 100% വൈദികരുമെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഓരോ സിനിമയുടെയും മാർക്കറ്റ് വാല്യൂവിന് ഒരു വൈദികന്റെ അവഹിത കഥ കൂടി ചേർത്ത് വെക്കാനും മാത്രം വിലകെട്ടതായിട്ട് മലയാള സിനിമ മാറിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെയല്ല, കൃത്യമായ പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് മലയാള സിനിമ എന്ന ആശയവിനിമയത്തെ ചിലർ ജോർജി വളരെ തന്ത്രപൂർവ്വം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്കുള്ളതുപോലെ അവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ഗൂഢതയെക്കുറിച്ചും അവർ മാനവികതയും പുരോഗമനവാദവും പറയുമ്പോഴും നമ്മൾ അതിനെ തിരിച്ചറിയണം. ഇവിടെ ഒരു കാര്യം കൂടെ പറയുകയാണ്, ഈ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് പ്രചരിപ്പിക്കപ്പെടുന്നതിൽ ലോകത്തെല്ലായിടത്തും ഉള്ളതുപോലെ കേരളത്തിലും ഇടതുപക്ഷത്തിനുള്ള പരോക്ഷ പിന്തുണയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ക്യാമ്പസുകളിൽ ക്രൈസ്തവ ബിംബങ്ങളെയും വിശ്വാസത്തെയും അവഹേളിച്ചുകൊണ്ട് കുട്ടികൾ, സഖാക്കന്മാർ വരയും കുറിയും പഠിക്കുന്നതിന് നിർബാധം പ്രോത്സാഹനം കൊടുക്കുന്ന ആളുകൾ തന്നെ ഈ പറയുന്ന അവരുടെ സംഘടനകളുടെ ബലത്തിലല്ലേ ഈ കക്കുകളി പോലെയുള്ള ആഭാസങ്ങൾ കേരളത്തിൽ അരങ്ങേറിയത്. അപ്പോൾ ഇതിനെല്ലാം പിറകിൽ ഒരു കൂട്ടം ആളുകളുടെ ഗൂഢമായ പ്രവർത്തനവും അവരുടെ താല്പര്യങ്ങളും ഉണ്ട്. ക്രൈസ്തവ സമൂഹമെങ്കിലും, ചിന്തിക്കുന്ന മനുഷ്യരെങ്കിലും ഇത് തിരിച്ചറിയുകയും ജാഗ്രത കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. യെസ്, വളരെ വ്യക്തമാണ്. അങ്ങ് സൂചിപ്പിച്ച വളരെ പ്രസക്തമായ ഒരു കാര്യം. പ്രത്യേകിച്ച് ഈ ഇടതുപക്ഷ സംഘടനകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ കക്കുകളി അവർക്ക് വിഷയമല്ല, പക്ഷേ കേരള സ്റ്റോറി വിഷയമാണ്. അത്തരം സന്ദർഭങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ടോമച്ചൻ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുള്ള ഇരട്ടത്താപ്പ് പൊതുസമൂഹം തിരിച്ചറിയുന്നു. വളരെ നന്ദി ഫാദർ ടോം മലിക്കരോട്, അങ്ങയുടെ തിരക്കിനിടയിലും ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തതിന്. ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ സാബു ജോസ്, പ്രത്യേകിച്ച് പ്രോ ലൈഫ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ പലരുമായി അടുത്ത് ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. പല ഇൻസിഡൻസും ഈ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും അങ്ങ് ഇൻവോൾവ് ചെയ്യുന്നു. ഈ അടുത്ത കാലങ്ങളിൽ നമുക്കറിയാം 2013 ഇറങ്ങിയ ദൃശ്യം സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ ദൃശ്യം മോഡൽ കൊലപാതകം ഒരു ട്രെൻഡാവുന്നു. പല ഇൻസിഡന്റും വരുമ്പോൾ അത് ദൃശ്യം മോഡൽ കൊലപാതകമാണ്. അപ്പോൾ ഒരു സിനിമ എങ്ങനെയാണ് ഒരു സമൂഹത്തെ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. അങ്ങനെ ഒരു പ്രോ ലൈഫ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത നാളുകളിലൊക്കെ ഇറങ്ങുന്ന ഈ മലയാള സിനിമയിലൂടെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ സംവേദിക്കുന്ന ആശയം
എത്രത്തോളം ഗുരുതരമായിട്ടാണ് സമൂഹത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളെ ബാധിച്ചിരിക്കുന്നത്? അങ്ങയുടെ അനുഭവത്തിൽ നിന്നും അങ്ങ് ഒന്ന് പങ്കുവയ്ക്കാം, ശ്രീ സാബു ജോസ്. പ്രിയപ്പെട്ട ടോം അച്ഛനും നമ്മുടെ പ്രിയപ്പെട്ട സിജോയൊക്കെ ഒരുമിച്ച് ഷെക്കീന ഒരുക്കുന്ന ഈ പ്രസക്തമായ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. കാരണം ഇത്തരം ചർച്ചകൾ ഈ ചാനലിൽ മാത്രമേ നടക്കുകയുള്ളൂ. കാരണം അതിന്റെ ലക്ഷ്യവും അതാണല്ലോ. സാമൂഹ്യ തിന്മകളോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുള്ള മാധ്യമങ്ങൾക്ക് മാത്രമേ ഇത്തരം വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ സാധിക്കൂ. ഞാൻ സൂചിപ്പിക്കുന്നത് സാമൂഹ്യ തിന്മകളോട് ആസക്തി വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ യുവതലമുറയെ നശിപ്പിക്കാൻ കരുതി കൂട്ടിയുള്ള നിരവധി സിനിമകളാണ് ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്നത്. ഞാൻ ഏതാനും വർഷം മുമ്പ് ഞാൻ സിനിമ കാണാറില്ല അധികം, വളരെ സെലക്ട് ചെയ്ത് കുടുംബമായിട്ട് അപൂർവമായ സിനിമകൾക്ക് പോകുന്ന ആളാണ്. നിന്നെ കൊന്ന് ഞാനും ചാകും, നീ കോ നാ ചാ എന്ന ഒരു സിനിമ സെൻസർ ബോർഡ് അനുവദിച്ച് കേരളത്തിൽ ഇറങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ എത്ര ഭീകരമാണ്. ഒരു സിനിമയുടെ സെൻസർ ബോർഡ് അംഗീകരിച്ച സിനിമയാണ് നിന്നെ കൊല്ലും ഞാനും ചാകും. ഇത് വർഷങ്ങൾക്ക് മുമ്പ് ആ സിനിമ ഇറങ്ങിയപ്പോ അതിനെ ആരൊക്കെ പ്രതികരിച്ചു, അതിനെ എങ്ങനെ സമീപിച്ചു എന്നത് എനിക്ക് അറിയില്ല. പ്രിയപ്പെട്ട ജോർജി സൂചിപ്പിച്ചു, കഴിഞ്ഞ ആഴ്ച നമ്മളെ വാർത്തകളിൽ കൊടുത്ത കൊച്ചിയിലെ ആ ചെറുപ്പക്കാരിയുടെ, നമുക്കറിയാം, പ്രസവിച്ച് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നിമിഷങ്ങൾക്കുള്ളിൽ കഴുത്തു ഞെരിച്ച് കൊന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് പനമ്പള്ളി നഗറിൽ ആ യുവതിയായ അമ്മ വലിച്ചെറിഞ്ഞത്. കാറ്റ് ഗതി മാറിയത് കൊണ്ട് അത് റോട്ടിൽ വീണു, അല്ലെങ്കിൽ വേസ്റ്റ് കൊട്ടയിൽ വീണ് ആരും അറിയാതെ പോകുമായിരുന്ന ഒരു സംഭവം. അതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലാണല്ലോ ഞാൻ ജീവിക്കുക. മാധ്യമ പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് ഇപ്പൊ അതിജീവിതയുമില്ല, കേസുമില്ല, ഒന്നുമില്ല. ആ കുഞ്ഞിനെ 3 ദിവസം കഴിഞ്ഞപ്പോ പനമ്പള്ളി നഗറില് ഇവിടെ തൊട്ടടുത്ത പൊതു സെമിത്തേരിയില് അടക്കുവാനായിട്ട് കൊണ്ടുവന്നപ്പോ ആ പെട്ടിയുടെ പുറത്ത് ഒരു കുരിശുണ്ടായിരുന്നു. ഞാൻ ഈ ദൃശ്യമാധ്യമ സംസ്കാരത്തിന്റെ ഭാഗമാണോ എന്ന് എനിക്കറിയില്ല. കാരണം ആ കുട്ടിയുടെ കുടുംബത്തെ കുറിച്ച് വ്യക്തമായ വിവരങ്ങള് കിട്ടുകയും അറിയുകയും ചെയ്ത ഒരാളെന്ന നിലയിൽ എന്നെ അതിശയിപ്പിച്ചു. ആ ചെറിയ പെട്ടിയിൽ ഒരു വലിയ കുരിശ് ആരാണ് സ്ഥാപിച്ചത്? നീ കുഞ്ഞിനെ ഒരുക്കിയവര് അവരുടെ സ്നേഹവും വിശ്വാസമാണോ, അതെയോ എന്താണ്? ഇനി വാങ്ങാൻ പോയവര് ഒരു കുരിശിരിക്കട്ടെ എന്ന് ഓർത്തതാണോ? അതുമല്ല. കേരളത്തില് നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. എറിഞ്ഞു കൊന്ന, ഞാനത് പറയാൻ സാധിക്കുക, കുരിശ് ഉണ്ടായിരുന്നു. ആ കുഴപ്പമില്ല, ആരും കുരിശ് മാറ്റാൻ പറയുന്നില്ല. അവിടെ മേയർ, കൊച്ചി കമ്മീഷണർ, അവര് പല ആദരവ് കൊടുത്തു. ഞാൻ ജീവിതത്തില് ഇതുപോലെ ഒരു ആദരവ് പോലീസ് ഒരുക്കുന്നു, പൂക്കൾ, അവസാനം അവര് കൊണ്ടുപോകുമ്പോൾ സല്യൂട്ട്, അത് കഴിഞ്ഞ് മണ്ണിൽ ഇറക്കി വെച്ചിട്ട് സല്യൂട്ട് ഒക്കെ കൊടുത്തു, അവിടുന്ന് പിരിഞ്ഞു. ഞാൻ ആ സമയത്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു മെസ്സേജ് വരികയാ, വലിച്ചെറിഞ്ഞ കുഞ്ഞിന്റെ അമ്മ ഒരു ക്രിസ്ത്യാനി, കണ്ടില്ലേ പെട്ടിയിലെ കുരിശ്. തീരുമാനിച്ചു. എനിക്ക് അയച്ചത് തന്നെ കത്തോലിക്ക മേഖല അറിയപ്പെടുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന് എഴുതി, ആര് പറഞ്ഞു? ഉത്തരവില്ല. അപ്പോ ഏറ്റെടുക്കാൻ നമ്മളെ അങ്ങനെ പോലും പറഞ്ഞുവെങ്കിൽ മറ്റു പൊതുസമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശം എന്താ? അമ്മ, കുഞ്ഞ്, അതൊക്കെ മനുഷ്യന്റെ വേദനയാ. കൊച്ചിയിലെ വലിച്ചെറിഞ്ഞ കുഞ്ഞൊരു ക്രിസ്ത്യാനിയാണ് എന്ന് ബോധ്യം നൽകിയത് കൊണ്ടാണ് അങ്ങനെ. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ക്രൈസ്തവ പശ്ചാത്തലത്തിലല്ല ആ പ്രസവിച്ച കുഞ്ഞിനെ എറിഞ്ഞ അമ്മ ജീവിച്ചത് അല്ലെങ്കിൽ ആയിരിക്കുന്നത്. ആ തൃശ്ശൂരുള്ള ഒരു യുവാവ് പഞ്ചിച്ചു എന്നൊക്കെ പറഞ്ഞു. വീണ്ടും ഞാൻ ഈ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോ അറിയുകയാണ്, ലഹരിയുടെ ആസക്തിയില് ആ പെൺകുട്ടി ഗർഭിണിയായി, പലതവണ ബന്ധപ്പെട്ടു, ഡാൻസറാണ്, മോഡലിംഗ് ആണ്. ആ യുവാവ് മറ്റൊരു സമുദായത്തിൽപ്പെട്ട, ഒരുപക്ഷെ കേരളത്തിലെ ലൗകികാതുമായൊക്കെ ബന്ധപ്പെട്ട ചർച്ചകളിൽ വരുന്ന അപ്രകാരമുള്ള പശ്ചാത്തലത്തിലുള്ള യുവാവ് ഇന്ത്യ വിട്ടു. സമ്പന്ന കുടുംബത്തിലെയാണ് യുവതി. അപ്പൊ സ്വാഭാവികമായി ഈ ലഹരിയും സിനിമയും ഒക്കെ നമ്മൾ സ്വാധീനിക്കുമ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ഗർഭം ധരിക്കുന്നു, മൂടി വെക്കുന്നു, കുടുംബം അറിയുന്നില്ല. ഇവിടെ ഈ ഒരു സംഭവം നമ്മളെ വളരെയേറെ വേദനിപ്പിക്കേണ്ടതാണ് ഈ സിനിമകളുമായി ബന്ധപ്പെട്ട്. കാരണം എല്ലാ സിനിമകളും നൽകുന്ന സന്ദേശം എന്താ? പ്രോലൈഫിന്റെ അല്ലെങ്കിൽ കുടുംബ പ്രേക്ഷക വിഭാഗത്തിന്റെ കാഴ്ചപ്പാടില് വിവാഹം വേണ്ട,
വിവാഹമേ വേണ്ട, മറ്റൊന്ന് കുട്ടികളെ വേണ്ട, പിന്നെയോ ഒത്തുവസിക്കാം, ആരോടൊത്തും, ലൈംഗിക ജീവിതം ആരുമായിട്ടും പങ്കാളികളാകാം. ഇങ്ങനെ ഒരു ഉദാസീനമായ, നേരത്തെ ടോമച്ചൻ സൂചിപ്പിച്ചതുപോലെ കുടുംബ ജീവിത കാഴ്ചപ്പാടുകളെ പൂർണ്ണമായി തകർക്കുക. വിവാഹവും വേണ്ട, കുഞ്ഞും കുടുംബവും ഇല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അടിത്തറ എവിടെയായിരിക്കും? കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഗാർഹിക സഭ അത് പൊതു കാഴ്ചപ്പാടി പറയാം. കുടുംബങ്ങൾ രൂപപ്പെട്ടില്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെ നിലനിൽക്കും? അതുകൊണ്ട് രാജ്യത്തിന്റെ അടിത്തറയെ നഷ്ടപ്പെടുത്തുന്ന വണ്ണം വിവാഹത്തോടും കുടുംബത്തോടും വിരക്തി വരുന്ന വിധത്തിലാണ് നമ്മുടെ സിനിമകളൊക്കെ. ഞാൻ ഈ ചർച്ചയെ കുറിച്ച് പറഞ്ഞ ഉടനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ ഈ അടുത്ത കാലത്തെ സിനിമകളിലൊക്കെ അവർ കണ്ടവരോട് ചോദിക്കണമല്ലോ, അവര് പറയുന്നത് പള്ളിപ്പെരുന്നാള്, പള്ളി പശ്ചാത്തലം, അടി പിടി, ബലാത്സംഗം, കൊലപാതകം, അങ്ങനെ ക്രൈസ്തവ കുടുംബങ്ങളും ഒപ്പം തന്നെ വില്ലൻ കഥാപാത്രങ്ങള് കത്തോലിക്ക വൈദികര് പല സിനിമകളിൽ കാണുന്ന ഒരു ട്രെൻഡാണ്. ഒപ്പം ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു ശ്രീ സാബു ജോസ്, ഈ പ്രത്യേകിച്ച് ഈ കുടുംബ, പണ്ടൊക്കെ നമുക്കറിയാം മലയാള സിനിമകളിൽ അച്ഛൻ, അമ്മ, മക്കൾ, മുത്തച്ഛൻ, മുത്തശ്ശി, അത്തരം ക്യാരക്ടേഴ്സ് ഒന്നും ഇപ്പോഴത്തെ സിനിമകളിൽ കാണാറില്ല. ഇപ്പോഴത്തെ സിനിമകളിൽ കാണുന്ന ഒരു കുടുംബ പശ്ചാത്തലം എന്നൊക്കെ പറയുന്നത് അപ്പനും മകനും ഒരുമിച്ചിരുന്ന് വെള്ളമടിക്കുന്നു, അല്ലെങ്കിൽ അമ്മ മകന് ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നു. അത്തരം ഒരു നമുക്ക് കേട്ടുകേൾവി ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ അണിയറ പ്രവർത്തകർ പല സിനിമകളിലൂടെയും സംവേദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് എത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഇമ്പാക്റ്റ് ആണ് അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ? നമ്മൾ കാണേണ്ട ഒരു കാര്യം, നേരത്തെ ടോമച്ചൻ പറഞ്ഞു, എനിക്കറിയാം എത്രയോ വൈദികര് കഞ്ഞി മാത്രം കുടിച്ചു ലളിത ജീവിതം നയിക്കുന്ന 99% വൈദികരെയും സമർപ്പിതരുടെയും ഇടയിൽ ഈ സിനിമകൾ വരുമ്പോ നമുക്ക് പെട്ടുപോകുന്നൊരു കാര്യം, ഏതെങ്കിലും ഒരു അച്ഛൻ എഴുതിയ തിരക്കഥ അല്ലെങ്കിൽ ഒരു പള്ളി പശ്ചാത്തലം, അവിടെ ഒരു പള്ളിപ്പാട്ട് എന്നൊക്കെ പറഞ്ഞ സിനിമയെ ആകർഷിച്ച് അതിനുള്ളിൽ അവരാവിഷ്കരിക്കുന്ന തന്ത്രപരമായ നീക്കങ്ങൾ. അടുത്ത കാലത്ത് നമുക്കറിയാം പാലാ പള്ളി, ബ്രാണ്ടി കുപ്പി, ഇത് നമ്മുടെ കുടുംബ യൂണിറ്റുകൾ പോലും അതിങ്ങനെ ആഘോഷിക്കുക, എന്തോ വലിയ സംഭവം പോലെ. സ്ത്രീകളുടെ കൂട്ടായ്മയിലും അവര്. അപ്പൊ ഇതിന്റെ പ്രശ്നം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും കൂടെ ഞാൻ സൂചിപ്പിക്കട്ടെ. കൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആരോഗ്യ സ്ഥാപനങ്ങൾ, ഹോസ്റ്റലുകളെല്ലാം കത്തോലിക്ക വൈദികരും സിസ്റ്റേഴ്സുമായിരുന്നു. എന്നാൽ ആ രംഗത്തേക്ക് ഇപ്പോൾ മധ്യരാജാക്കന്മാർ, തീവ്രമത പ്രസ്ഥാനങ്ങൾ കേരളത്തിന്റെ മുക്കിലും മൂലയിലും ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്റ്റലുകളും തുടങ്ങിയപ്പോൾ അവിടേക്ക് പ്രവേശനം പോകാതിരിക്കുകയും വൈദികരും സിസ്റ്റേഴ്സും അപകടകാരികളാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ പുത്തൻ വ്യവസായം ഈ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിജയിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, കൊച്ചിയില് 13 തവണ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ വ്യഭിചരിച്ചു എന്ന് പറയുന്ന ഒരു മെത്രാനെതിരെ സമരം നടത്തിയപ്പോൾ നിഷ്ക്രിയമായി സമൂഹം നോക്കി നിന്നത് ഇത്തരം സമരങ്ങളുടെ പശ്ചാത്തലത്തിലല്ലേ? അവിടെ എനിക്കറിയാവുന്ന ഒരു BJPയുടെ നേതാവിനോട് പറഞ്ഞു, ഞാൻ അവിടെ പ്രസംഗിക്കാൻ ചെന്നപ്പോ അവിടെ സമരവേദി ഈ സമരപ്പന്തലിൽ തൃശ്ശൂരിൽ നിന്ന് വന്ന ഇതര സമുദായത്തിൽപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഒരു അക്ഷരമിണ്ടാതെ പെട്ടുപോയി എന്നോർത്ത് സമരപ്പന്തലിൽ നിന്ന് പോന്നു എന്ന് പറയുന്ന കേരളത്തിന്റെ ഉന്നതമായ വിദ്യാഭ്യാസ പബ്ലിക് സർവീസ് മേഖലയുടെ ആളിനോട് പറഞ്ഞു ഓർക്കുക. അപ്പം ബോധപൂർവമായ പശ്ചാത്തലം ഒരുക്കുക, സമരങ്ങൾ ഉണ്ടാകുന്നു, പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു, സ്ഥാപനങ്ങൾ തകർക്കപ്പെടുമ്പോൾ മാത്രമേ മറ്റൊരു വിഭാഗത്തിന് അവിടെ കയറിപ്പറ്റാൻ പറ്റുകയുള്ളൂ. ഇത് നമുക്ക് മനസ്സിലാക്കുകയും നമ്മൾ പ്രതികരിക്കുകയും അത് വിലയിരുത്തുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അടുത്ത ചർച്ചയിൽ പറയാം. നമുക്ക് മാധ്യമ അവബോധ ചർച്ചകൾ, സിനിമകളുടെ നിർമ്മാണത്തെക്കുറിച്ച്, സിനിമയെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലും എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളിലേക്ക് വരുന്ന വിദ്യാർത്ഥിനികൾ, ഗ്രാമത്തിൽ നിന്ന് വരുന്നവർ, ഇപ്പൊ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നവർ, അവര് വികലമായി വികൃതമായ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമാകും, അവർ തകർന്നു പോകും. നമുക്ക് സിജോയെ കേൾക്കാം. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് വരാം. ശ്രീ സിജോ, അങ്ങൊരു യുവജന പ്രതിനിധിയാണ്. നമുക്കറിയാം ഒരു സിനിമ, അതിൻ്റെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് പ്രേക്ഷകർ എത്രത്തോളം ആ ഒരു സിനിമ അല്ലെങ്കിൽ സിനിമയിലൂടെ കൺവേ ചെയ്യുന്ന ഒരു ആശയത്തെ പ്രേക്ഷകർ എത്രത്തോളം സ്വീകരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമുക്കറിയാം നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഗൗരവമായിട്ടുള്ള ആശങ്കകൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. പ്രത്യേകിച്ച് ലഹരി ഉപയോഗം, ധാർമ്മിക മൂല്യങ്ങളുടെ ഒക്കെ അപജയം, ഇത് കണ്ടിന്യൂസ് ആയി ഈ സിനിമകളിൽ, ഈ ഇറങ്ങാൻ പോകുന്ന സിനിമകളിൽ നമ്മൾ ഇനി ചർച്ച നടത്തുന്ന അല്ലെങ്കിൽ ഈ ചർച്ച ടെലികാസ്റ്റ് കഴിഞ്ഞിട്ട് റിലീസാവുന്ന സിനിമകളിലൊക്കെ വരും. പക്ഷെ ഈ സിനിമകളിൽ അവർ കൺവേ ചെയ്യുന്ന ആശയത്തിന് തിയേറ്ററുകളിൽ ലഭിക്കുന്ന ഒരു കയ്യടിയുണ്ട്.
അതാണ് പലപ്പോഴും ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് ലഭിക്കുന്ന ഒരു ആവേശം. അത് വളരെയധികം ഗൗരവമായിട്ടുള്ളൊരു വിഷയമാണ്. എന്തുകൊണ്ട് ഇത്തരം ധാർമ്മിക മൂല്യങ്ങളെ ഹനിക്കുന്ന ആശയങ്ങൾക്ക് ഇത്രത്തോളം ഒരു കയ്യടി കിട്ടുന്നു? അല്ലെങ്കിൽ നമ്മുടെ യുവജനങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെ ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് അവർ പോകുന്നു. ഈ ലഹരി ഉപയോഗം, മദ്യപാനം, മയക്കുമരുന്നിന്റെ ഒക്കെ ഉപയോഗം, അതൊക്കെ കാണുമ്പോൾ ഒരു കൈയടിക്കുന്ന ഒരു വികലമായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് നമ്മുടെ പല യുവജനങ്ങളും എന്തുകൊണ്ട് എത്തിപ്പെടുന്നു ശ്രീ സിജോ? ശ്രീ ജോർജി പ്രത്യേകിച്ച് ഒരു യുവജന പ്രതിനിധി എന്ന നിലയിൽ പറയുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇത്തരം സിനിമകൾ തുടർച്ചയായി വരുന്നു എന്ന് ചോദിച്ചു. കാരണം തുടർച്ചയായി വരുന്നതിനുള്ള കാരണം അത്തരം സിനിമകൾ മാത്രമേ ഇന്ന് വിജയിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. കാരണം പണ്ടൊക്കെ നമ്മൾ പറയും കലാമൂല്യമുള്ള സിനിമ വരുന്നു എന്ന് പറയും. കലാമൂല്യമുള്ള സിനിമ എന്നൊന്ന് ഇപ്പോ വളരെ അപൂർവമായി സംഭവിക്കുന്ന സംഗതിയായി മാറിയിരിക്കുകയാണ്. അവർക്ക് വേണ്ടത് അവ നിർമ്മിക്കുന്ന ആളുകൾക്ക് വേണ്ടത് ബൾക്കായിട്ടുള്ള ആളുകൾ കടന്നു വരികയും അത് കൈയടിക്കുകയും ആ ഒറ്റ സമയത്ത് കിട്ടുന്ന പൈസ, അതാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പൊ പണ്ടൊക്കെ എ ക്ലാസ്, ബി ക്ലാസ്, സി ക്ലാസ് തിയേറ്ററുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ആ സംഗതികളിൽ ഇല്ല. പകരം എല്ലാം ഒരുമിച്ച് റിലീസാകുന്ന ഒരു ഘട്ടത്തിലാണുള്ളത്. അപ്പൊ ഒറ്റയടിക്ക് അത് റിലീസാവുന്നു. അന്നേരം കിട്ടുന്ന ആ തുക, അത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ താഴെ തട്ടിലേക്ക് വരുന്നില്ല. പകരം അത് OTT-യിലേക്ക് റിലീസ് ആവുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുകയാണ്. അത് തുടർച്ചയായി അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം ഒരു പ്രവണതയാണുള്ളത്. പിന്നെ നമ്മളിപ്പോ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് ഇത് ലഹരി എന്തുകൊണ്ടാണ് തുടർച്ചയായി വരുന്നു എന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ, കാരണം ഇതിന് ചിലപ്പോഴെങ്കിലും കുടപിടിക്കുന്ന ആളുകൾ ഉണ്ടാവാം. കാരണം പ്രത്യേകിച്ച് ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിനെ ഫണ്ടിങ് കൊടുക്കുന്നത് ആരാണ്, ഈ സിനിമ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് ആരാണ് പണം മുടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആഴമായി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റു ചില ഉത്തരങ്ങളായിരിക്കും നമുക്ക് കിട്ടുക. ചിലപ്പോൾ ബിനാമി ആയിരിക്കാം, ചിലപ്പോൾ ആ നിർമ്മാതാവ് പോലും അറിയുന്നുണ്ടാവില്ല, ആ നിർമ്മാതാവ് പോലും പൈസ മുടക്കുന്നുണ്ടാവില്ല. പകരം വേറെ ആരെങ്കിലും ആയിരിക്കും പൈസ മുടക്കുക, പകരം ഒരു പേര് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ലഹരി നിർബന്ധമായി കുത്തി നിറയ്ക്കണം എന്ന് പറയുന്ന തരത്തിൽ ചില സിനിമകളിൽ കുത്തി നിറയ്ക്കാറുണ്ട്. കാരണം അത്തരം ലഹരി ഉപയോഗിക്കുന്ന സീനുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പണം മുടക്കൂ എന്ന് പറയുന്നവരുണ്ടാവാം. അപ്പൊ നിർബന്ധപൂർവമായി അത് ഉപയോഗിക്കേണ്ട, അത് ചിത്രീകരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സംവിധായകൻ എത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സിനിമകൾ നിർബന്ധപൂർവ്വം കടന്നു വരുന്നു. പിന്നീട് ഇപ്പൊ യുവജന പ്രതിനിധി പറയുന്നാലും ഞാനൊക്കെ 90 കിഡ്സിലേക്ക് മാറിക്കഴിഞ്ഞു. 90-ലെ ഉണ്ടായ ആളുകൾ എന്നുള്ള രീതിയിൽ മാറിക്കഴിഞ്ഞു. ഇപ്പം 2K കിഡ്സ് ആണ്. 2000-ലെ കുട്ടികളാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഭരിക്കുന്നത്. ഫേസ്ബുക്കിൽ ഇപ്പൊ നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇൻസ്റ്റാഗ്രാമിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ ഭരിക്കുന്നത് ഇപ്പോൾ രംഗണ്ണനാണ്. രംഗണ്ണനാണ്. രംഗണ്ണൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആവേശം എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രമാണ് രംഗണ്ണൻ. ആ രംഗണ്ണനെ അനുകരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ. കാരണം രംഗണ്ണന്റെ കഴുത്തിലുള്ള മാല, ചങ്ങല, വള, രംഗണ്ണൻ കുടിക്കുന്ന മദ്യം, അതുപോലെ ഇതൊക്കെ അനുകരിക്കുന്ന ആളുകളാണ് ഇന്ന് കുറേയധികം ആളുകൾ ഇന്ന് ഉണ്ട്. അപ്പോ അത്തരം രംഗണ്ണന്മാർ, ഇതിന് തൊട്ടു മുമ്പ് പുഷ്പയായിരുന്നു. പുഷ്പ അത് ഫ്ലവർ അല്ലടാ എന്ന് പറഞ്ഞുണ്ടായിരുന്നു കുറെ നാളുകൾക്ക് മുമ്പ്. ഇതൊക്കെയാണ് ഇന്നത്തെ, അല്ലാതെ പകരം കരയുന്നതോ അല്ലെങ്കിൽ കുറെ നേരം കരഞ്ഞ് കണ്ണീർ വാർത്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന കാഴ്ചയൊക്കെ, അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി മലയാള സിനിമയിൽ മാറിക്കഴിഞ്ഞു. ഞാൻ ആകാശദൂതൊക്കെ കണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ട്, അല്ലെ? ഒരുപാട് നമ്മൾ കരഞ്ഞിട്ടുണ്ട് ആകാശദൂത് കഴിഞ്ഞ്. അത്തരം സിനിമകൾ കരയുന്നില്ല, പകരം പൊട്ടിച്ചിരികളും ബഹളങ്ങളും ഒച്ചപ്പാടുകളും തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാക്കി മാറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോ ആ ലഹരി നിർബന്ധപൂർവം അതിനകത്തുള്ളപ്പോൾ അത് അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ ഇപ്പൊ ഈ ആവേശം എന്ന സിനിമയെ നിങ്ങൾ സൂചിപ്പിച്ചു. ഈ ആവേശം എന്ന സിനിമയിലെ കാണുന്നത് എന്താണ്? അതിൽ എപ്പോഴെങ്കിലും വളരെ അപൂർവം മാത്രമേ ഈ താഴെ നിങ്ങൾ ലഹരി ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന അടിയിൽ എഴുതി കാണിക്കുന്ന ചെറിയ സ്ക്രോളിങ്, അത് കാണാത്ത ചില സമയങ്ങൾ മാത്രമേ ആ സിനിമയിലുള്ളൂ. ബാക്കി ഭൂരിപക്ഷം സമയങ്ങളും അത് കാണുന്നുണ്ട്. കാരണം അത് മൊത്തമായി അങ്ങനെ ചിത്രീകരിച്ചിരിക്കുകയാണ്. അപ്പോ അത് മാത്രമല്ല, പുറത്ത് പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ, ഇപ്പൊ ബാംഗ്ലൂരും മറ്റ് അന്യ സംസ്ഥാനങ്ങളൊക്കെ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികൾ ഇത്തരം ആളുകളാണ് അല്ലെങ്കിൽ ഇത്തരം കൂട്ടുകെട്ടിലേക്ക് വഴുതി വീഴുന്നു എന്നുള്ള ഒരു സന്ദേശം
സന്ദേശവും തരുന്നുണ്ട്. ഇതേ ആളിന്റെ തന്നെ രോമാഞ്ചം എന്ന സിനിമയിൽ ഇത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോ പുറത്തു പഠിക്കാൻ പോകുന്ന കുട്ടികൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണെന്നുള്ളൊരു സന്ദേശം ഇത് കാണുന്ന മാതാപിതാക്കൾ എന്താണ് വിചാരിക്കുന്നത്? അത് എന്തൊരു സന്ദേശമാണ് ഇതിനകത്ത് നൽകുന്നത് നമ്മൾ ഓർക്കണം. കുറെ മദ്യപിച്ചു, കുറെ അടികൂടി, ബഹളം വെച്ചു. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ ആവേശം സിനിമയ്ക്ക് ശേഷം കേരളത്തിൽ നടന്ന ആക്രമണങ്ങളെ പറ്റി നിങ്ങളൊന്ന് ചിന്തിക്കുക. വെറുതെ ഒന്ന് വാർത്തകൾ എടുത്ത് നോക്കുക. കുറേയധികം ആക്രമണങ്ങളും പരസ്യമായി അടിച്ചു കൊല്ലുന്ന അല്ലെങ്കിൽ അത്തരം ആക്രമണങ്ങൾ പതിവായിരിക്കുന്ന കാഴ്ച കേരളത്തിൽ ഇന്ന് അപൂർവം. ആ ഒരു ഇടയിലേക്കാണ് ഇതുപോലെയുള്ള രംഗണ്ണനും ആളുകളും ഒക്കെ കടന്നു വരുന്നത്. അപ്പോൾ അതിനെ അനുകരിക്കുന്ന കുറെ പേരെങ്കിലും ഉണ്ടാവും. അപ്പോ ഗുണ്ടകൾ സിനിമാ സ്റ്റൈലിലേക്ക് കടന്നു വരികയാണ്. അപ്പോ അങ്ങനെ ഒരു അനുകരണ മാതൃക ഇന്ന് നമുക്കുണ്ട്. പകരം ഇപ്പം ആടുജീവിതം ഇതിന്റെ ഇടയ്ക്ക് ഇറങ്ങി. ആടുജീവിതം അപ്പൊ നമ്മൾ വിചാരിച്ചത്ര ഇപ്പം ചിലപ്പോൾ സാമ്പത്തിക ലാഭം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവാം, കാരണം OTT-യിലും ഒക്കെ ഒറ്റയടിക്ക്. പക്ഷേ ഒരു കലാമൂല്യമുള്ള ഒരു സിനിമയെ എത്ര പേര് അത് വാഴ്ത്തിയെടുത്തു, എത്ര പേര് അത് അനുകരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം, അതിന് പെയ്ഡ് റിവ്യൂസ് ഇതിനകത്തുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതായത് ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിന് റിവ്യൂസ് വരികയായി. ഇഷ്ടംപോലെ നിരവധി ആളുകൾ റിവ്യൂമായി കടന്നു വരികയാണ്. ആവേശം നല്ല സിനിമയാണ്, അത് കാണേണ്ട സിനിമയാണ്, യുവജനങ്ങളെ അത് ആകർഷിക്കുന്ന സിനിമയാണ്, നിങ്ങൾ പോയി കാണണം. ഇങ്ങനെ പറയുന്ന ഒരുപാട് റിവ്യൂ ചെയ്യുന്ന ആളുകൾ ഇന്ന് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഉണ്ട്. ഇത് കണ്ട് തള്ളിക്കയറ്റമാണ്, അല്ലാതെ താഴെത്തട്ടിലേക്ക് ആ സിനിമ വരാറില്ല. അപ്പോ അങ്ങനെ പെയ്ഡ് റിവ്യൂ നടത്തി ആളുകളെ തിയേറ്ററിലേക്ക് കുത്തിക്കയറ്റുന്ന ഒരു പ്രവണത ഇന്ന് മലയാള സിനിമയിലിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ഈ മലയാള സിനിമയിൽ ലഹരി മാഫിയകൾ ഉണ്ട് എന്നുള്ളത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം, പ്രധാനപ്പെട്ട നടൻ ഒരു എയർലൈനിന്റെ കോക്പിറ്റിൽ കടന്നു കയറി പ്രശ്നമുണ്ടാക്കിയത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു നിർമ്മാതാവിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച നടനെ പറ്റിയും നമ്മൾ വായിച്ചു. അപ്പോ ഇത് ഈ മലയാള സിനിമയിൽ ഉണ്ട് എന്ന് വളരെ വ്യക്തമായും സുതാര്യമായും ചില ആളുകൾ, ചില പ്രധാനപ്പെട്ട നടന്മാർ ഉൾപ്പെടെ അവരത് പ്രസ്താവിച്ചിട്ടുണ്ട്. ഇത് മലയാള സിനിമയിൽ ലഹരി പിടിമുറുക്കിയിട്ട് വർഷങ്ങളായി എന്നുള്ളത്. അപ്പോൾ നടന്മാർ തന്നെ, ഇതിൽ അഭിനയിക്കുന്ന നടന്മാർ റിയൽ ജീവിതത്തിൽ അവർ ഇത് ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അപ്പോ അത് റീൽസിൽ മാത്രമല്ല, റിയൽ ലൈഫിലും ഇങ്ങനെ ആവണം എന്നുള്ള ഒരു പ്രവണത നമുക്കുണ്ട്. ചില നടന്മാര് ജയിൽവാസം അനുഭവിച്ച ആളുകളില്ലേ, സിനിമയിൽ അഭിനയിക്കുന്ന ജയിലിൽ കടന്ന ആളുകളെ തിരിച്ചു വന്ന് സിനിമയിൽ അഭിനയിച്ച് അവരെ വാഴ്ത്തിക്കൊണ്ട് നടക്കുന്ന ഒരു പ്രവണത. അവരെ ആരെയാണ് വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്? നമ്മളൊക്കെ തന്നെയാണ് വാഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്. അപ്പോ ഇതിനെതിരെ ഒരു അന്വേഷണം വേണമെന്ന് കേരള സർക്കാർ പറഞ്ഞിരുന്നു. ഷാഡോ പോലീസിനെ, സിനിമാ ഷൂട്ടിങ്ങിന്റെ സൈറ്റിൽ ഷാഡോ പോലീസിനെ വെക്കണമെന്ന് കേരള സർക്കാർ പ്രസ്താവിച്ചു. എത്ര സിനിമാ സൈറ്റിൽ ഈ ഷാഡോ പോലീസ് ഉണ്ട്? എത്ര സിനിമാ സൈറ്റിൽ എക്സൈസുകാർ പോകുന്നുണ്ട്? ഇതൊക്കെ ചർച്ചയായിട്ടുള്ളതാണ്. ഇത് ആദ്യമായിട്ടുള്ള ചർച്ചയല്ല, ഇതിനു മുമ്പും ചർച്ച വന്നിട്ടുള്ളതാണ്. ഷാഡോ പോലീസിനെ വെക്കണം, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഈ സിനിമാ സൈറ്റിൽ പോയി ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. ഇതൊന്നും നടക്കുന്നില്ല. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നടന്മാർ ഇതിന് രംഗത്ത് വന്നു. ഇത് സർക്കാർ ഏറ്റെടുത്ത് പോലീസ് അന്വേഷണം നടക്കണമെന്ന് പ്രധാനപ്പെട്ട നടന്മാർ വന്നു. ഇത് സിനിമകൾ വാണിജ്യമായി അവർക്ക് ലക്ഷ്യം വെക്കണത് ഈ നാട്ടിൻപുറത്തുള്ള സാധാരണ ജനങ്ങളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതല്ല ഇന്നത്തെ സിനിമ. പകരം അവർക്ക് വാണിജ്യമായി ലാഭം ഉണ്ടാക്കുക, ഒറ്റയടിക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അതിന്റെ വരും വരായികൾ അവർ ചിന്തിക്കുന്നില്ല. ഇത് കണ്ടിട്ട് യുവജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കൾ എന്തായി തീരുന്നു എന്നുള്ളത് അവർക്ക് പ്രശ്നമേ അല്ല. മനസ്സിലായോ? എനിക്ക് വേണമെങ്കിൽ രംഗണ്ണനെ പോലെ ആവാം. ആ സിനിമ കണ്ടിട്ട് എനിക്ക് രംഗണ്ണനെ പോലെ ആവാം. അത് രംഗണ്ണൻ ആവണോ അല്ലെങ്കിൽ അതവർക്ക് ചിന്തനീയമായ കാര്യമല്ല. പകരം അവർക്ക് പൈസ കിട്ടിയാൽ മതി. ആകാശദൂത് എന്നുള്ളൊരു സിനിമ ഞാൻ വീണ്ടും പറയാൻ കാരണം, ആ സിനിമ കരഞ്ഞ ഒരാളാണ് ഞാൻ. അത് കണ്ട് കരയാത്ത മലയാളികൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അത്തരം സിനിമകൾ വരാതെ ഇത്തരം സിനിമകൾ കടന്നു വരുമ്പോ കലാമൂല്യം നശിച്ചുപോയി. ഇനി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ചോട്ടെ ജോർജി, ഇന്നത്തെ സിനിമകളിൽ എവിടെയാണ് ഒരു നല്ല ലൊക്കേഷനുള്ള നാട്ടിൻപുറമുള്ള ഒരു സിനിമ നിങ്ങൾ ഈ ഇടയ്ക്ക് കണ്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. പകരം റൂമുകളും ഫ്ളാറ്റുകളും അല്ലെങ്കിൽ അത്തരം കേന്ദ്രങ്ങളായിരിക്കുള്ളത്. ഇപ്പൊ സത്യൻ അന്തിക്കാടിന്റെയോ പ്രിയദർശന്റെയോ അപ്പം കമലിന്റെയോ ഒക്കെ ചിത്രങ്ങളിൽ നാട്ടിൻപുറങ്ങൾ ഉണ്ടാവാം. അവിടെ നന്മകൾ അവർ പറയാറുണ്ട്. അത്തരം സത്യൻ അന്തിക്കാട് ഇപ്പോൾ എത്ര ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്? കമൽ എത്ര ചിത്രം എടുക്കുന്നുണ്ട്? അതോടൊപ്പം തന്നെ പ്രിയദർശൻ ഈ അടുത്ത കാലത്ത് പുള്ളി ഒരു ചിത്രം എടുത്തതായിട്ട് അറിവില്ല.
അവരൊക്കെ മാറി പകരം ശരിയാണ്, പുതിയ ആളുകൾ വരട്ടെ, മലയാള സിനിമയിൽ പുതിയ ആളുകൾ വരുന്ന തടസ്സമൊന്നുമില്ല. പക്ഷേ എവിടെ പോയി നമ്മുടെ ലൊക്കേഷൻ? ഈ നാട്ടിൻപുറങ്ങൾ എവിടെ പോയി? നാട്ടിൻപുറത്തെ നന്മകൾ എവിടെ പോയി? പകരം എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ മാത്രം ചിത്രീകരണം നടക്കുന്നത്? പ്രധാനപ്പെട്ട മെട്രോ സിറ്റികളിൽ മാത്രം ചിത്രീകരണം നടക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ തന്നെ നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റും. അവിടെയാണ് എല്ലാം ലഭ്യമാകുക. അവിടെ ചിത്രീകരിച്ചെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ. അതുകൊണ്ട് മലയാള സിനിമ എന്ന് പറയുന്നത് ഒരു ബോളിവുഡിനെ ഞാൻ കുറ്റം പറയുകയല്ല, ബോളിവുഡിലെ നിർമ്മാതാക്കളെ ഭരിക്കുന്നത് ആരാണെന്ന് നമുക്കറിയാം. അപ്പോ അത്തരം ഒരു ഇതിലേക്ക് മോളിവുഡും കടന്നു വന്നിരിക്കുന്നു ഇന്നൊന്നും തുടങ്ങിയതല്ല, കുറച്ച് നാളുകളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം, മഞ്ഞുമൽ ബോയ്സ് പോലെയുള്ള നല്ല സിനിമകൾ ഇതിന്റെ ഇടയ്ക്ക് വന്നു. ഞാൻ അതിനെ ഒരു സൗഹൃദത്തിന്റെ കഥ പറയുന്ന മഞ്ഞുമൽ ബോയ്സ് വന്നു, എങ്കിലും അതിനകത്തും ലഹരിയുണ്ട്. ലഹരിയില്ലാത്ത സിനിമകളില്ല, ലഹരിയില്ലാത്ത സിനിമ ഇല്ല. പക്ഷെ ലാഭം മാത്രമല്ല ഇപ്പോഴത്തെ സിനിമകളുടെ ലക്ഷ്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലാഭം വേണ്ട, അതൊരു മൂല്യവിരുദ്ധ സംസ്കാരം, അത് സനാതന മൂല്യങ്ങളോടുള്ള വിരുദ്ധത, ക്രൈസ്തവ വിരുദ്ധത. അപ്പൊ ലാഭം വേണ്ട. നേരത്തെ സിജോ തന്നെ പറഞ്ഞല്ലോ, ഫണ്ട് മുടക്കുന്നത് ആരാണ് എന്ന് സർക്കാർ അന്വേഷിക്കണം, നമ്മൾ അന്വേഷിക്കണം. ഫണ്ട് മുടക്കുന്നവന്റെ താല്പര്യം ലാഭമല്ല, ഒരു സമൂഹത്തെ തകർക്കുക, സംസ്കാരത്തെ തകർക്കുക എന്നാവുമ്പോൾ നേരത്തെ സിജോ പറഞ്ഞ നാടും നന്മകളും ഒന്നും ആ സിനിമയ്ക്ക് വരികയില്ല. ഇവിടെ നമുക്കൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കുള്ള നെറ്റ്വർക്ക്, പള്ളികൾ, സംഘടനകൾ, നമ്മുടെ ചർച്ചകളിൽ സിനിമയും കലാരൂപങ്ങളെ കുറിച്ചും മാസത്തിൽ സിനിമയുടെ ചർച്ചയുണ്ടെന്ന് പറഞ്ഞാൽ ഈ യൂത്ത് പ്രസ്ഥാനങ്ങളിലൊക്കെ, ഭക്ത പ്രസ്ഥാനങ്ങളിലും അമ്മമാരുടെ സംഘടനകളിലും ഒക്കെ ഭക്തി മാത്രം കുത്തിവെക്കാതെ കൃത്യമായ സാമൂഹ്യ അവബോധമുള്ള സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യുക. അമ്മമാരെ ഇടവകളിൽ നിന്ന് മാതൃവേദിയും മാതൃസംഘവും അടങ്ങി ചെല്ലുമ്പോ, എടാ മക്കളെ, സിനിമയിലൂടെ ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടല്ലേ, നീ സ്ഥിരം അതാണോ പോകുന്നേ, ഇനി മക്കൾ പോകുന്ന സിനിമയെ കുറിച്ചെല്ലാം യുവജന പ്രസ്ഥാനങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, അവരുടെ മതിമാസ ചർച്ചകളിൽ സിനിമകൾ വരുമ്പോ പിള്ളേർ ആവേശത്തോടെ ഇടിച്ചു വരും. സിനിമകൾ കണ്ടതിനെ കുറിച്ച് അവർ പറയട്ടെ. അതിനിടയിൽ വിഷലിപ്തമായ കഥയും അവതരണവും ഉണ്ടെന്ന് പഠിപ്പിക്കുവാനുള്ള ബോധം നമ്മുടെ വൈദികർക്കുണ്ട്, നമ്മുടെ യുവജന നേതാക്കന്മാർക്കുണ്ട്. അതൊരു അജണ്ടയായി മാറണം. ഇല്ലെങ്കിൽ ഈ സിനിമകൾ ഇങ്ങനെ കടന്നു പോകും. നമ്മൾ ചർച്ച കൂടെ നീക്കി. ഞാൻ ചോദിക്കട്ടെ, കേരള സ്റ്റോറി സിനിമ എന്തിനാ എതിർപ്പുണ്ടായത് കാണിക്കരുന്ന്? സിനിമ മനുഷ്യരെ സ്വാധീനിക്കും. ഏതോ ചില സമൂഹങ്ങൾക്ക്, ഏതോ ചില വ്യക്തികൾക്ക് അത് പ്രശ്നമായി മാറുമെന്ന് കണ്ടുകൊണ്ടല്ലേ ചില മതസമൂഹങ്ങൾ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ സമൂഹങ്ങൾ ചാടി വീണത്? സിനിമ കുടുംബത്തെ, സിനിമ സമൂഹത്തെ, വ്യക്തികളെ സ്വാധീനിക്കുമെന്ന് അറിയുന്നവർ അങ്ങനെ പ്രവർത്തിച്ചെങ്കിൽ സിനിമ സംസ്കാരത്തെ നശിപ്പിക്കുമെന്ന് സർക്കാർ വിധി എഴുതി ഇങ്ങ് വിടുന്ന സിനിമ മുഴുവൻ നമ്മൾ കാണാതിരിക്കുകയും കണ്ടവർ, അത് കാണാൻ പോകുന്നവര് എഴുതുകയും പറയുകയും ചെയ്താൽ ഒരു പ്രതി സംസ്കാരം നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സിജോ തുറന്നോളൂ. സിജോ, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ സിജോയുടെ അടുത്തൊരു ചോദ്യം ചോദിക്കാൻ ഇരിക്കുന്നത്. പ്രത്യേകിച്ച് നേരത്തെ ശ്രീ സാബു സൂചിപ്പിച്ചതുപോലെ ഒരു കുറ്റകരമായിട്ടുള്ള ഒരു നിശബ്ദ സമുദായത്തിന്റെ സൈഡിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഈ ക്രൈസ്തവ അവഹേളനം നടക്കുന്ന നിരവധി സിനിമകളുടെ ഒരു ഇൻഫ്ലോ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ട്. കുമ്പസാരത്തെ അവഹേളിക്കുന്നു, കുദാശകളെ അവഹേളിക്കുന്നു, ദൈവവചനത്തെ അവഹേളിക്കുന്നു, വൈദികരെ, സന്യസ്തരെയൊക്കെ അവഹേളിക്കുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന ലഹരി ഉപയോഗത്തിന്റെയൊക്കെ ഒരു മഹത്വവൽക്കരണം. അപ്പോൾ അതെല്ലാം കണ്ട് കൈയടിക്കുന്നു. പക്ഷേ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ നിയമപരമായിട്ടുള്ളൊരു വശങ്ങൾ, അതിനെതിരെ നിയമപരമായിട്ട് പോരാടാനുള്ള ഒരു സാധ്യതകൾ ആരായുവാൻ അതിലൊരു പുലർത്തുന്ന ഒരു നിശബ്ദത ഇത്തരക്കാർക്ക് ഒരു വളം വെക്കുന്ന ഒരു പ്രവണതയല്ലേ? അതിൽ എന്താണ് ചെയ്യാനുള്ളത് ശ്രീ സിജോ? പ്രത്യേകിച്ച് ഈ ഒരു മതപരമായി, അപ്പൊ ചില മതപരമായിട്ടുള്ള ബിംബങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഈ ഇടയ്ക്ക് കുറച്ചധികം വന്നിട്ടുണ്ട്. പക്ഷെ അത് പലപ്പോഴും ക്രൈസ്തവ സഭയിലെ ക്രൈസ്തവപരമായിട്ടുള്ള ബിംബങ്ങളെ തുടർച്ചയായി അല്ലെങ്കിൽ ആ തരത്തിൽ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ചില സിനിമകൾ ഈ ഇടയ്ക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിനെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും യുവജന സംഘടനകൾ അതിന് പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ മാത്രമാണ് അത് ശക്തമായി അപലപിച്ചിട്ടുള്ളത്. യുവജന സംഘടനകളാണ് അപലപിച്ചിട്ടുള്ളത്. അതിൽ യാതൊരു അതിനകത്ത്
പ്രത്യേകിച്ച് അവർ എടുത്തു പറയേണ്ട ചില സംഘടനകളുണ്ട്. അവർ തീർച്ചയായും അവര് അപലപിച്ചിട്ടുണ്ട്. പക്ഷേ ചില സമയത്തെങ്കിലും ശ്രീ ജോർജ് സൂചിപ്പിച്ചതുപോലെ ചില സമയത്തെങ്കിലും നിശബ്ദത സഭയുടെ ഭാഗത്തു നിന്നും ഇപ്പൊ ജാഗ്രത പല ഒരു കമ്മീഷൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ അവരൊക്കെ തുടർച്ചയായി ഇതിനെതിരെ നിലപാടെടുക്കുന്ന തരത്തിലേക്ക് നമ്മുടെ സഭ മാറേണ്ടതുണ്ട് പരസ്യമായി. ഇപ്പൊ യുവജന സംഘടന ഒരു അപലപിച്ചു, അതിനെതിരെ സമരം നടത്തി, അത് ചിലപ്പോൾ അതങ്ങ് മാഞ്ഞുപോയി. പക്ഷെ വീണ്ടും അതുപോലത്തെ സിനിമകൾ വീണ്ടും കടന്നു വരികയാണ്. അപ്പൊ വീണ്ടും നമ്മളൊരു ഇത് കൊടുത്തു, ഒരു വാർത്ത കൊടുത്തു, നമ്മൾ അപലപിച്ചു, വീണ്ടും ഒരു സിനിമ വരുന്നു. അത് തുടർച്ചയായി ഇങ്ങനെ വരാനുള്ള കാരണം എന്താ? നമ്മുടെ അപലപിക്കുന്നതും നമ്മുടെ സമരങ്ങളും നമ്മൾ നടത്തുന്ന പ്രതിഷേധങ്ങളും ഒന്നും അത് ആ അളവിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിനെ ഒന്ന് മറച്ചു പിടിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രതിഷേധങ്ങൾ മാറുന്നില്ല. അത് മാറണം. ആ ചിന്ത മാറിയിട്ട് അതിന് നമ്മൾ നല്ലൊരു സപ്പോർട്ട് യുവജന സംഘടനകൾക്ക് കൊടുക്കണം. അപ്പൊ സമരം ചെയ്യുന്ന യുവജന സംഘടനകൾക്ക് തുടർച്ചയായിട്ടുള്ള സപ്പോർട്ട് സംവിധാനം കൊടുക്കണം. അതിന് എന്തെങ്കിലുമൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസിൽ ഉൾപ്പെട്ടുള്ള യുവജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ആളുകൾ ഇറങ്ങണം, സഭ സംരക്ഷണത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ പരസ്യമായി വരികയുള്ളൂ. ഇപ്പൊ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് വരികയാണെങ്കിൽ ഒരു യുവജന സംഘടന രാഷ്ട്രീയ സമരം നടത്തി കേസിലകപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി പാർട്ടി പുറത്തേക്ക് വരും, ഉറപ്പാണ്. അപ്പോ അത്തരം കാര്യങ്ങൾ പരസ്യമായ നിലപാടെടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സഭ അതിന്റെ അകത്ത് ശക്തമായ നിലപാടുമായി സംവിധാനം യുവജനങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് വരണം. പിന്നെ മറ്റൊരു കാര്യം, തുടർച്ചയായി ഇപ്പം ഞാൻ നേരെ സൂചിപ്പിച്ച പള്ളിപ്പെരുന്നാളുകൾ എന്ന് പറയുന്നത് വളരെ മനോഹരമായി ചില സിനിമകളിൽ കാണിച്ചിട്ടുണ്ട്. പള്ളിപ്പെരുന്നാളുകൾ അതിന്റെ ആ ബാൻഡ് സെറ്റും പുണ്യാളനെ എഴുന്നള്ളിച്ചു വരുന്നതും അതുപോലെ തന്നെ ക്രൈസ്തവ ബിംബങ്ങൾ കടന്നു വരുന്നതും ഒക്കെ വളരെ ഭക്തിയോടെ ആദരവോടുകൂടി കാണിക്കുന്ന ഒരു സിനിമ കാലഘട്ടം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് മാറി. പള്ളിപ്പെരുന്നാൾ കണ്ടാൽ അത് അടിയാണെന്ന് ഉറപ്പിച്ചോളൂ. പള്ളിപ്പെരുന്നാൾ ഏതെങ്കിലും ഒരു സീൻ മലയാള സിനിമയിൽ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇടയിലൂടെ കത്തിയും പിടിച്ചു വരുന്ന ഒരുത്തനുണ്ടാവും. അതിന്റെ ഇടയിലൂടെ കത്തിയുമായി പിടിച്ചു വരുന്ന വില്ലൻ പള്ളിപ്പെരുന്നാളിൽ മസ്റ്റാണ്. അവിടെ മൊത്തം അലങ്കോലമാക്കുന്ന ആ പെരുന്നാൾ മൊത്തം അലങ്കോലമാക്കുന്ന തരത്തിൽ അതിനുവേണ്ടി മാത്രം പള്ളിപ്പെരുന്നാൾ കാണിക്കുന്നു. ഇനി പ്രണയം നോക്കിക്കോളൂ. പള്ളിക്കകത്ത് കയറിയെങ്കിൽ മാത്രമേ പ്രണയം അത് സാഫല്യം അണയത്തുള്ളൂ. ആ കൊയറിലും അല്ലെങ്കിൽ പള്ളിയുടെ കുർബാന മധ്യേ നായകൻ ഇരുന്നു കൊണ്ട് നായികയെ നോക്കുകയും അങ്ങനെ ആ വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് മാത്രം പ്രണയം പൂവിടുന്ന ഒരു ചില മലയാള സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ പള്ളിക്കകത്ത് പ്രണയം. പിന്നെ കുംഭസാരത്തിലേക്ക് കടന്നു വന്നു. കുംഭസാരം വളരെ മനോഹരമായി ചിത്രീകരിച്ച സിനിമകളുണ്ട്. ഞാൻ പൂർണ്ണമായും എല്ലാവരെയും അടച്ചു പറയുകയില്ല. പക്ഷേ നമ്മുടെ മതപരമായ ബിംബങ്ങളെ വളരെ നല്ല രീതിയിൽ വ്യാഖ്യാനിച്ച സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുകളുണ്ട്. പക്ഷെ ഇന്ന് പ്രണയം പള്ളിക്കകത്തും അതോടൊപ്പം തന്നെ പള്ളിപ്പെരുന്നാൾ അടിയും വില്ലൻ കടന്നു വരുന്ന ഒരു മനോഹരമായ പശ്ചാത്തലമാണ് ഇന്ന് പള്ളിപ്പെരുന്നാളിന്റെ പുറത്തെ പ്രദക്ഷിണം, വില്ലൻ കടന്നു വരുന്ന. ഇനി അതോടൊപ്പം തന്നെ വിശുദ്ധ കുംഭസാരം നോക്കുക. വിശുദ്ധ കുംഭസാരം അതിനെ വളരെ അശ്ലീലമാക്കുന്ന തരത്തിൽ സിനിമകൾ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ വിശുദ്ധ കുംഭസാരത്തിലേക്ക് കടന്നു വരുന്ന ആൾ, കുംഭസാരിപ്പിക്കുന്ന വൈദികൻ, ഇതൊക്കെ അശ്ലീലമാകുന്ന ഒരു പദപ്രയോഗത്തിലേക്ക് മാറുന്ന ഘട്ടം. അപ്പൊ ഈ 3 വ്യാഖ്യാനങ്ങളാണ് ഇന്ന് പള്ളിയെ കാണിക്കുമ്പോൾ തുടങ്ങുക. ഒന്ന് പള്ളിക്കുള്ളിലെ പ്രണയം, അല്ലെങ്കിൽ വിശുദ്ധ പെരുന്നാളിന്റെ ഇടയിലുള്ള തല്ല്, കുംഭസാരത്തിലെ അശ്ലീലത. ഈ 3ഉമാണ് ഇന്ന് മലയാള സിനിമയിൽ പള്ളി എന്ന് പറയുന്നത്. അപ്പൊ പുരോഹിതനെ കാണുമ്പോൾ ഇന്ന് ആൾക്കാർ ചിരിക്കുകയാണ്. പുരോഹിതനെ ഇന്ന് ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഒന്നെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും തെറ്റായി കാര്യങ്ങൾ നടത്തുന്ന ഒരാൾ, അല്ലെങ്കിൽ വില്ലന് പക്ഷം ചേരുന്ന ഒരാൾ, ആ തരത്തിലേക്കൊക്കെ മാറി. അതിന്റെ ഇടയ്ക്ക് വരയൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നിരുന്നു. നമ്മൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വരയൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇതിന്റെ ഇടയിൽ കടന്നു വന്നിരുന്നു. പക്ഷേ അത് പരാജയപ്പെട്ടു പോയി. അത് പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ കലാമൂല്യത്തിൽ പരാജയപ്പെട്ടു എന്നല്ല, ആ സാമ്പത്തിക അത്ര ലഭിച്ചിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ആ വരയൻ എന്ന് പറയുന്ന സിനിമ മതത്തെയും പുരോഹിതരെയും ആ പുരോഹിതന്റെ ആ പ്രവൃത്തിയെയും ഒക്കെ മഹത്വവൽക്കരിക്കുന്ന അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു വരയൻ. ആ വരയനെ ഏറ്റെടുക്കുവാൻ വേണ്ടി നമുക്ക് പറ്റിയിട്ടില്ല. പകരം മറ്റു തരത്തിൽ പോകുന്ന ആ ഒരു പ്രവണത ഇന്ന് മലയാള സിനിമയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നിശബ്ദത ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട്, സത്യമാണ്. പ്രതിഷേധം ഇല്ലേ എന്ന് ചോദിച്ചാൽ പ്രതിഷേധമുണ്ട്. പക്ഷെ ആ പ്രതിഷേധങ്ങൾക്ക് ശക്തി പകരാൻ തരത്തിൽ നമ്മുടെ സഭ വളരണം. അതിന് നമ്മുടെ യുവജനങ്ങൾക്ക് പരമാവധി സപ്പോർട്ട് നമ്മുടെ സഭാ സംവിധാനം കൊടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി. വ്യക്തമാണ്. അവസാനമായി ശ്രീ സാബു ജോസ്, നമുക്കറിയാം ഒരു സിനിമ അത് തിയേറ്ററിൽ
അത് 2.5 മണിക്കൂർ പ്രേക്ഷകരെ കാണിക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു. പിന്നെ ആ ഒരു ഡയറക്ടർ പങ്കുവയ്ക്കുന്ന ആ ഒരു ആശയമാണ് ആ ഒരു പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ശബ്ദമായും ഒപ്പം തന്നെ വെളിച്ചമായും മനസ്സിന്റെ ഉള്ളിലേക്ക് കയറുന്നത്. അതിപ്പോൾ OTT പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, സ്വകാര്യതയിൽ മൊബൈലിൽ ആ ഒരു വ്യക്തി കാണുന്നു. അപ്പോൾ ആ ഒരു സംവിധായകൻ ആ പ്രേക്ഷകനിലേക്ക് പകരുന്ന ആ ഒരു ആശയം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ പലതരത്തിലുള്ള ലൈസൻസുകളുണ്ട്. പ്രത്യേകിച്ച് വാഹനം ഓടിക്കുവാൻ അത് ആ വ്യക്തി മെന്റലി ഫിസിക്കലി ഫിറ്റ് ആണോ, അല്ലെങ്കിൽ ആ വ്യക്തി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ദൂരവ്യാപകമായിട്ടുള്ള ഇമ്പാക്റ്റ്, അത്തരം വ്യക്തികൾക്കാണ് ലൈസൻസ് കൊടുക്കുന്നത്. അപ്പോൾ ആയുധം കൈവശം വെക്കാനും ലൈസൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ സംഭവിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു തരത്തിലുള്ള ഒരു ലൈസൻസിങ്, അല്ലെങ്കിൽ അവരുടെ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ ഈ ഒരു സിനിമ നിർമ്മിക്കുവാൻ അല്ലെങ്കിൽ ഈ ഇത്തരം സംവിധാനം ചെയ്യുവാനുള്ള ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു പക്വതയുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഒരു ലൈസൻസിങ് സംവിധാനം അല്ലെങ്കിൽ അതിനുള്ള ഒരു പെർമിഷൻ സംവിധാനം, അത്തരം ഒരു നൂതനമായിട്ടുള്ള ആശയങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം ആയില്ലേ ശ്രീ സാബു ജോസ്? തീർച്ചയായിട്ടും നല്ല നിർദ്ദേശമാണ് പറഞ്ഞത്. ഇവിടെ നാം കാണേണ്ടത് ഈ സിനിമ നിർമ്മിക്കുന്ന, നേരത്തെ സിജോ സൂചിപ്പിച്ചു, നിർമ്മാതാവിന്റെ പേര് എന്തുമാകട്ടെ, അതിന്റെ പുറകിൽ പണം മുടക്കുന്ന ഒരു ഗ്രൂപ്പ് സംഘടിതമായി വരുന്നു. ലാഭമുണ്ടാക്കണം എന്ന നല്ല സിനിമകള് നാട്ടിൻപുറങ്ങളെ കുറിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാഭത്തെക്കാൾ ഉപരിയായിട്ട് ഈ ഗ്രാമങ്ങളിലടക്കമുള്ള ലഹരി മരുന്നുകൾക്ക് വിൽക്കാനും കൊല്ലാനും ചാകാനും വ്യഭിചരിക്കാനും തട്ടിക്കൊണ്ടു പോകാനും ഒരു വികല സംസ്കാരം, ധാർമ്മികത ഇല്ലാത്ത ഒരു സമൂഹത്തിന് വേണ്ടി ആരോ എഴുതുന്ന സ്ക്രിപ്റ്റ്, ആരോ സംവിധാനം ചെയ്ത് ആരൊക്കെയോ നിർമ്മിച്ച് എവിടെയൊക്കെയോ നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പക്വതയും പാകതയും, മാനസിക ആരോഗ്യം, അല്ലെ കുടുംബ ജീവിത സംസ്കാരം, അല്ലെങ്കിൽ രാജ്യത്തോട് സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള വ്യക്തിയായിരിക്കണം ഈ രംഗത്തൊക്കെ കടന്നു വരേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള സിനിമകൾ വിജയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ 100-200 കോടി പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും കേരളത്തിലെ ഞാൻ ശ്രദ്ധിക്കുന്നത്, കഴിഞ്ഞ ആഴ്ച കൊച്ചിയില് 6 മാസങ്ങൾക്ക് ഒരു സിനിമ കണ്ടു. ആ സിനിമ അവിടെ കുടുംബങ്ങളായിട്ട് ആ സിനിമയ്ക്ക് വന്നവരെ ഞാൻ കണ്ടു. അപ്പം യുവാക്കൾ മാത്രമല്ലാതെ ആശയപരമായ അടിത്തറയുള്ള, നേരത്തെ സിജോ പറഞ്ഞ പോലുള്ള സിനിമകൾ ഇനിയും നിർമ്മിച്ചാലും അത് കുടുംബമായി കണ്ട് ആദ്യത്തെ ഒരാഴ്ച ഒരു മാസം അല്ലെങ്കിലും ആ സിനിമ വിജയിക്കും. നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, കൃത്യമായിട്ടും ക്രിമിനലുകളല്ല ഈ സിനിമയുടെ കഥ, അല്ലെങ്കിൽ ക്രിമിനലുകളല്ല ഇത് നിർമ്മിച്ച് എത്തിക്കുന്നത് എന്നെങ്കിലും സർക്കാർ ഉറപ്പുവരുത്തണം. പക്വത. അതുകൊണ്ടാണ് KCBC ഒരു കാര്യം ചെയ്യുന്നുണ്ട്, നാടകങ്ങൾക്ക് അവാർഡ് കൊടുത്തുകൊണ്ട് നല്ല സംസ്കാരത്തിന് 35 വർഷത്തോളം ഒരു മാതൃകയാണ്. അതുപോലെ സിനിമാ നാടക രംഗത്തുള്ളവരെയും KCBC മീഡിയ കമ്മീഷൻ ഇപ്പോൾ ആദരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്മകൾ നിറഞ്ഞ വ്യക്തികളെ ആദരിക്കുന്നതിലൂടെ നന്മ നിറഞ്ഞ സിനിമകള് നമുക്ക് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് പ്രതിഷേധം, പ്രതികരണം, നല്ല ചർച്ചകൾ, മോശമായ സിനിമകൾക്കെതിരെ ക്രൈസ്തവ സഭകൾ കേരളത്തിലെ അതിശക്തമാണല്ലോ, അതിനെതിരെയുള്ള ചർച്ചാവേദികൾ നമ്മുടെ പള്ളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സിനിമ ആസ്വാദന മാധ്യമ അവബോധ ചർച്ചകൾ ഉണ്ടാകുമെന്നൊക്കെ വന്നാൽ തീർച്ചയായിട്ടും നല്ലത് വിജയിക്കുകയും മോശമായത് ചർച്ച ചെയ്യപ്പെട്ട് പരാജയപ്പെടുകയും ചെയ്യും. നമുക്ക് സിനിമാ രംഗത്ത് അവാർഡുകൾ നൽകാം, നല്ല സിനിമാ പ്രതിഭകളെ നമുക്ക് ആദരിക്കാം, നല്ല സിനിമയിൽ അഭിനയിക്കുന്നവരെ നമുക്ക് ബഹുമാനിക്കാം. രൂപതകള്, ഇടവകളൊക്കെ തന്നെ നല്ല സിനിമ നിർമ്മിച്ചവരെ, അവരുടെ, അല്ലെങ്കിൽ നമ്മുടെ കത്തോലിക്ക ക്രൈസ്തവ പ്രസ്ഥാനങ്ങൾ നല്ല സിനിമകള് നിർമ്മിച്ച് മുന്നോട്ട് പോകുന്നവരെ, അഭിനയിക്കുന്നവരെ, അവരെയൊക്കെ നമ്മുടെ വേദികളിൽ വിളിച്ച് ആദരിച്ചാൽ തീർച്ചയായിട്ടും അത് നമ്മൾ ആലോചിച്ച് നന്മകൾ നിറഞ്ഞവരാണെന്ന് ഉറപ്പുവരുത്തി, ഒറ്റ സിനിമ കൊണ്ടല്ല, അങ്ങനെ വരുമ്പോൾ നന്മയുടെ ഒരു വേലിയേറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ക്രിയാത്മകമായ ഇടപെടലുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. നേരത്തെ സിജോ പറഞ്ഞതുപോലുള്ള പ്രതിഷേധങ്ങൾ നടക്കണം, പ്രതികരണങ്ങൾ നടക്കണം. വേണ്ടി വന്നാൽ ഞങ്ങള് പ്രോലൈഫില് ആവശ്യമായ സമയത്ത് കോടതിയിൽ പോകുന്നുണ്ട്, ചില അബോർഷനെതിരെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷിക്കാനായിട്ട്. എന്നതുപോലെ നമ്മള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വന്നതുപോലെ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള കൂടിയാലോചനകളും വേണേ നിയമ നടപടികളും ഗവൺമെന്റുമോ സെൻസർ ബോർഡിനെ സമീപിക്കാനും, ഒപ്പം തന്നെ സിനിമാ മേഖലയെ വിശദീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നിർമ്മിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുക, ഉള്ളത് കാണുക, പ്രചരിപ്പിക്കുക. തിന്മ നിറഞ്ഞ സിനിമയെ ഒരു മയവും മടിയുമില്ലാതെ
നാം ചർച്ചയ്ക്കെടുക്കണം. അത് ശരിയല്ലെന്ന് പറയണം. നേരത്തെ പറഞ്ഞ ക്രൈസ്തവ പ്രതീകങ്ങളും ബിംബങ്ങളും ഒക്കെ ആക്ഷേപിക്കുമ്പോൾ ഒരു മടിയും മയമില്ലാതെ അരുത് എന്ന് നാം ആവർത്തിച്ച് പറയുകയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരം പശ്ചാത്തലത്തെ നേരിടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങള് അബോർഷനെതിരെയുള്ള ഒരു വലിയ ക്യാമ്പയിൻ പോലെ നമുക്കിനി കുടുംബങ്ങൾക്ക് വേണ്ടി കുടുംബജീവിതത്തിന്റെ മൂല്യങ്ങൾ എടുത്തു പറയുന്ന ഒരു ക്യാമ്പയിനും നമുക്ക് തുടക്കം കുറിക്കാം. ആ രംഗത്ത് നമ്മുടെ ചാനലും എല്ലാ പ്രസ്ഥാനങ്ങളും വരട്ടെ. കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന മൂല്യബോധമുള്ള ഒരു ജീവിത വ്യവസ്ഥയെക്കുറിച്ചുള്ള ചർച്ചകൾ നമുക്ക് സജീവമാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് പ്രതിരോധിക്കാനും നമുക്ക് അതിജീവിക്കാനും കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഒരു 2 മിനിറ്റ് കൂടിയുണ്ട് ശ്രീ സിജോ അമ്പാട്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം വളരെ പെട്ടെന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും മൊബൈൽ ഫോണുകൾ തിയേറ്ററുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പുലർത്തേണ്ട ജാഗ്രതകൾ അങ്ങേക്ക് പങ്കുവെക്കാനുള്ള നിർദ്ദേശങ്ങൾ വളരെ പെട്ടെന്ന് ശ്രീ സിജോ. തീർച്ചയായും ഇപ്പം അവനവനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ഏത് തരത്തിലുള്ള സിനിമകളാണ് കാണേണ്ടത്, ഞാൻ ഏതാണ്. ഇപ്പൊ എനിക്ക് തീരുമാനിക്കാം ഞാൻ ഏത് സിനിമ. ഇപ്പം നിർബന്ധപൂർവ്വം ഇപ്പം നമ്മളിതൊക്കെ പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോഴും മറുവശത്ത് പറയണത് നീ വേണമെങ്കിൽ കണ്ടാൽ മതി, നീ അങ്ങനെ ഒരു ഇത് ചോദ്യം വരുമായിരിക്കാം. പക്ഷെ നമ്മൾ അപ്പോഴും ചോദിക്കുന്നത് സിനിമ എന്ന് പറയുന്നത് ഒരു കലയാണ്, നാടകം ഒരു കലയാണ്. അപ്പം ആ കലാമൂല്യത്തെ നശിപ്പിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൈസ ഉണ്ടാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള സിനിമ ഉണ്ടാക്കാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്, നിങ്ങളുടെ ഫ്രീഡമാണ്. പക്ഷേ നിങ്ങൾ സിനിമ പടച്ചു വിടുമ്പോ അത് എല്ലാം കാണണം എന്ന് നിങ്ങൾ നിങ്ങൾ ഇത് കാണണം, നിങ്ങൾ ഇത് വാശി പിടിക്കരുത്. പകരം നമുക്ക് എന്റെ ഇഷ്ടം ആണ് ഞാൻ ഏത് സിനിമ കാണണം എന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, എന്റെ സമപ്രായക്കാരുള്ള യുവജനങ്ങളോടും പറയാനുള്ളത്, നമുക്ക് സിനിമകൾ കാണാം. ആ സിനിമകൾ നമുക്ക് ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് പരസ്യമായി അതിനെതിരെ പറയാം, അതൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ അതിന്റെ അനുകരണശീലം അത് നമ്മളെ എത്രമാത്രം ആ സിനിമ എന്നെ അത് ആ ഒരു ആക്ടർ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രം എന്നെ എത്രമാത്രം ആവാഹിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം അനുകരണശീലങ്ങൾ നമുക്ക് ഒഴിവാക്കണം. പ്രത്യേകിച്ച് ഇപ്പം ആവേശം എന്ന സിനിമയിൽ മദ്യപിക്കുന്ന ആളുകളാണ്, പുറത്തെത്തിക്കഴിഞ്ഞാൽ മദ്യപിക്കണം എങ്കിൽ മാത്രമേ മറ്റു വില്ലന്മാരുടെ ഇടയിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ആ പിടിച്ചു നിൽക്കണമെങ്കിൽ മദ്യപാനം വേണം എന്നുള്ള ഒരു വശമാണ് അതിനകത്തുള്ളത്. പക്ഷെ അത് തികച്ചും തെറ്റായ കാര്യമാണ്. അപ്പം അത്തരം അനുകരണങ്ങൾ ഒഴിവാക്കുക. പകരം ഗുണ്ടാ സംഘങ്ങളോട് ചേർന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ ആളുകളാകാം. അത് അനുകരണശീലങ്ങൾ ഒഴിവാക്കി നല്ല സിനിമകളെ തിരഞ്ഞു പിടിച്ച് കാണുവാനുള്ള ശീലം. അപ്പൊ ഞാൻ പറയുന്നതാണ്, ഇപ്പൊ ഞാൻ ഈ കാലഘട്ടത്തിൽ കോവിഡ് ലോക്ക്ഡൌണിന്റെ കാലഘട്ടങ്ങളിലൊക്കെ വെറുതെ ഇരുന്ന സമയത്തൊക്കെ പഴയ സിനിമകൾ ഒരുപാട് കാണുവാൻ വേണ്ടി ശ്രമിച്ചു. ഒരുപാട് പഴയ സിനിമകൾ കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തുമാത്രം നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോ ഒരുപാട് നമ്മൾ കാണാത്ത ഒരുപാട്, പ്രത്യേകിച്ച് 2K കിഡ്സിനോടും 90 കിഡ്സിനോടും കാണാത്ത ഒരുപാട് നല്ല സിനിമകളുണ്ട്. നമ്മൾ ടിവിയിൽ ഒരിക്കൽ പോലും, ടിവിയിലൊന്നും ഇപ്പൊ സിനിമകൾ കാണുന്ന യുവാക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം അവർ മൊബൈലുമായി മുറിക്കുള്ളിലായിരിക്കും. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ആകുന്നതാണ് സിനിമ. അപ്പൊ ടിവിയിൽ വരുന്ന നല്ല സിനിമകളുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ നല്ല സിനിമകൾ നമ്മൾ കാണുവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ മൊബൈലിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ എനിക്ക് അത്രേ പറയാനുള്ളൂ. നല്ല സിനിമകൾ കാണുക, എല്ലാ സിനിമകളും കാണണം എന്നുള്ള വാശി ഒഴിവാക്കുക. ചിലപ്പോൾ നിങ്ങളെ നിർബന്ധപൂർവ്വം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പെയ്ഡ് റിവ്യൂസിന്റെ ആൾക്കാർ വരും. ഫേസ്ബുക്ക് തുറക്കുമ്പോഴേ ഇത് കാണണം, ഇത് സൂപ്പറാണ്, ഇത് കണ്ടില്ലെങ്കിൽ നഷ്ടമാകും, ഗെയ്സ് ഇത് കണ്ടേ പറ്റൂ എന്ന് പറയുന്ന ആൾക്കാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഒരു നിർബന്ധവും അത് കാണണമെന്ന്. ചിലപ്പോൾ അവരെ പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതായിരിക്കാം. ഞാൻ എല്ലാവരെയും പറയുകയില്ല, ചിലരെയെങ്കിലും. അപ്പോ അത്തരം പെയ്ഡ് റിവ്യൂസിനെ വിശ്വസിച്ച് നിങ്ങൾ സിനിമ കാണരുത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള സിനിമകൾ മാത്രം കാണുക. പഴയ സിനിമകൾ കാണുക. പഴയ ഒരുപാട് നല്ല സിനിമകളുണ്ട്. നല്ല സിനിമകൾ എടുത്ത ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ഇടവകയിൽ കാണാം, നമ്മുടെ സഭയിലൊക്കെ കാണാം. നല്ല സിനിമകൾ എടുത്ത് പരാജയപ്പെട്ടു പോയവരുണ്ട്. അതിനകത്ത് പരാജയപ്പെട്ടു പോയവരുണ്ട്. നല്ല സിനിമകളായിരുന്നു, പക്ഷെ അത് തിയേറ്ററുകളിൽ വിജയം കാണാതെ പരാജയപ്പെട്ടു പോയ ആൾക്കാരുണ്ടാവും. അവരെയും കൂടെ നമ്മളൊന്ന് കാണണം. അപ്പോ അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. സിനിമകൾ ഇനി എടുക്കട്ടെ, നല്ല സിനിമകൾ എടുക്കട്ടെ, അത് നമുക്ക് കാണാവുന്നേ. അപ്പോ അവര് ചിലപ്പോൾ ഇതോടുകൂടി അവസാനിപ്പിച്ചവരുണ്ടാവും. ഈ സിനിമയോട് കൂടി കാരണം അത് വിജയിക്കാനുള്ള മറ്റു വലിയ ബഡ്ജറ്റ് സിനിമ എടുക്കാൻ അവർക്കുള്ള ആവതില്ല. അപ്പോ നല്ല സിനിമകൾ എടുത്ത നമ്മുടെ ആളുകളെ നമുക്കൊന്ന് തേടിപ്പിടിക്കാനുള്ള ശ്രമം ഷക്കീന ചാനലിൽ ഞാനത് വിടുകയാണ്. തീർച്ചയായും വളരെ നല്ല ആശയങ്ങളാണ് പങ്കുവയ്ക്കപ്പെട്ടത്. സാമൂഹ്യ തിന്മകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന, നാട്ടിൻപുറത്തിന്റെ നന്മകളെ പ്രൊജക്ട് ചെയ്യുന്ന, കുടുംബ ബന്ധങ്ങളുടെ മൂല്യങ്ങളെ പ്രൊജക്ട് ചെയ്യുന്ന, ധാർമ്മിക മൂല്യങ്ങളെ പ്രൊജക്ട് ചെയ്യുന്ന നല്ല സിനിമകൾ
മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ. ആ ഒരു നല്ല സംസ്കാരം തിരിച്ചു വരട്ടെ. ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗത്തെ മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ നിർമ്മിക്കുന്ന ക്രിമിനലുകളെ ഒറ്റപ്പെടുത്തുവാൻ പ്രേക്ഷകർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ സാബു ജോസ്, ഒപ്പം തന്നെ ഫാദർ ടോം ഒലിക്കരോട്, ശ്രീ സിജോ, 3 പേർക്കും നന്ദി.